ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മറ്റ് ജീവജാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യർക്കൊരു പ്രത്യേകത നൽകി. കാരണം തൻ്റെ ശ്വാസത്തിൽ സൃഷ്ടിച്ചതിനാൽ മനുഷ്യർക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈ സൗന്ദര്യമല്ല, ഇത് ക്ഷയിച്ചു പോകുന്നതാണ്. ഈ സൗന്ദര്യമോ ധനമോ ഈ ബുദ്ധിയോ ഒന്നുമല്ല ദൈവം നൽകാൻ ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ പകർന്നു തന്നു. എന്താണ്? ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹം മനുഷ്യനിൽ പകർന്നു തന്നു. തെളിവ് നിങ്ങൾ നോക്കിക്കേ. ജീവനുള്ള മറ്റ് സൃഷ്ടികളുണ്ട്, ജന്തുജകൾ, പക്ഷികൾ, അവർക്കുമുണ്ട് സ്നേഹം. അവർക്കും തന്നെ കുഞ്ഞുങ്ങളോടും ഭർത്താവിനോടും ഭാര്യയോടുമുള്ള സ്നേഹം പിരിയോഡിക്കൽ. മൃഗങ്ങളുടെ സ്നേഹം, പക്ഷികളുടെ സ്നേഹം പിരിയോഡിക്കൽ, ഒരു കാലഘട്ടത്തേക്ക് മാത്രം. എന്നാൽ നമ്മുടെ സ്നേഹം അങ്ങനെയാണോ? നമ്മുടെ സ്നേഹം തമ്പുരാൻ തന്നിരിക്കുന്നത് തലമുറകളിലേക്ക് പകരുന്നില്ലേ? മക്കളിലേക്ക്, കൊച്ചുമക്കളിലേക്ക്, സഹോദരങ്ങളിലേക്ക്. ആ സ്നേഹത്തിൽ സാത്താൻ തുരങ്കം വെച്ചില്ലേ? ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സ്നേഹത്തെ മെക്കാനിക്കൽ സ്നേഹമാക്കി സാത്താൻ മാറ്റി. വെറും യാന്ത്രിക സ്നേഹമാക്കി മാറ്റിയപ്പോൾ ദൈവിക ഗുണവും മണവും മാറി. ഒരു കൃത്രിമ പൂ വീട്ടിനകത്ത് അലങ്കരിക്കുവാൻ വെക്കുന്ന പ്ലാസ്റ്റിക് പൂ പോലെ ഇന്നത്തെ സ്നേഹം വെറും പ്ലാസ്റ്റിക് സ്നേഹം. ഒന്നാമത്തെ ആക്രമണം അവൻ നടത്തിയതാണ്. അതിന്റെ പരിണത ഫലമാണ് കുടുംബങ്ങൾ തകരുന്നു, ബന്ധങ്ങൾ അകലുന്നു, സഭകളിൽ പ്രശ്നങ്ങൾ, വഴക്കുകൾ, കലാപങ്ങൾ, കൊലപാതകങ്ങൾ. ഇതിന്റെ എല്ലാം പുറകിൽ നോക്കിക്കേ, സ്നേഹം ക്രൂശിക്കപ്പെട്ടു. 2, വിദ്യാഭ്യാസമായി, കഴിവായി, ജോലിയായി, സൗന്ദര്യമായി, സ്വത്തുക്കളായി ആയിക്കഴിഞ്ഞപ്പോൾ അകത്തൊരു സാധനം കയറി വന്നു. ഞാൻ, എന്റേത്. ആ ഞാൻ കയറി വന്നപ്പോൾ ഓർക്കണം, ഇത് എവിടെ നിന്ന് വന്നു? ഞാൻ. സാത്താന്റെ വാക്കാണത്. എഹെസ്കേൽ 14:13. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ലോകം. ആ ക്യാരക്ടർ അവൻ മറ്റൊരു വിധത്തിൽ മനുഷ്യനിൽ തന്മയത്വമായി പ്രകടിപ്പിച്ചപ്പോൾ സ്വാർത്ഥത, ഞാൻ കയറി വന്നു. വളരെ വിദഗ്ധമായിട്ടാണ് അവന്റെ ക്യാരക്ടർ അവൻ കയറ്റിയിരിക്കുന്നത്. നമ്മളൊക്കെ ജ്ഞാനികളാണ്. വേദപുസ്തകം പറയുന്നു അവൻ ജ്ഞാനസമ്പൂർണനാണ്. ആ ജ്ഞാനസമ്പൂർണതയിൽ ദൈവത്തിന്റെ ശ്വാസത്തിൽ സൃഷ്ടിച്ച മനുഷ്യരിൽ നിന്നും സ്നേഹത്തെ മാറ്റി വെറും യാന്ത്രിക സ്നേഹമാക്കിയപ്പോൾ രണ്ടാമത് സംഭവിച്ചത് ധനം, കഴിവ്, സൗന്ദര്യം, ജോലി, അധികാരം എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഞാനെന്ന് വന്നു കഴിഞ്ഞപ്പോൾ മറ്റെല്ലാം താന്നു. 3, ഈ സൗകര്യങ്ങൾ എല്ലാം വിട്ടി ധനമായി, കാര്യങ്ങളായി എല്ലാം ആയപ്പോൾ പുതിയ തലമുറ ചോദിക്കുന്നു, ഇനിയൊരു ദൈവം ആവശ്യമുണ്ടോ? ഇന്നത്തെ ഏറ്റവും വലിയ യുവതലമുറകൾ ദൈവം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. കാരണം എല്ലാം പോസിബിൾ. അവരുടേതായ ന്യായങ്ങൾ നോക്കിക്കേ. ഒത്തിരി കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് അവരുടെ ഭാഷയിൽ. ആത്മീയനും മരിക്കും, അല്ലാത്തവനും മരിക്കും. പക്ഷെ ആത്മീയം മരിച്ചാൽ എവിടെ പോകുമെന്ന് അവർ ചിന്തിക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ, എല്ലാവരും മരിക്കും. എല്ലാം ഉണ്ട് ലോകത്തിൽ, എല്ലാം വിരൽത്തുമ്പിൽ, എല്ലാം സാധിക്കാം. കയ്യിലൊരു കമ്പ്യൂട്ടറോ ഒരു ഡിവൈസോ ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. പിന്നെ എന്തിനാ ദൈവം? 4, ആക്രമണം സാത്താന്റെ. ഇതിന്റെ മറവിൽ മ്ലേച്ഛത, അഴിമതി, അക്രമം, വഴക്കുകൾ, കലാപങ്ങൾ എല്ലാം ആകാശത്തോളം ഉയർന്നു. ഈ 4 കാര്യങ്ങൾ സാത്താൻ ആധുനികയുടെ മറവിൽ ചെയ്തതിന്റെ തെളിവാണ്. നിങ്ങൾ ചരിത്രം പഠിക്കേ. 20-ാം നൂറ്റാണ്ട് പുറകോട്ട് ചെടുത്താൽ മനുഷ്യനിൽ ഈ 4 സ്വഭാവം ഒന്നിച്ചു വന്നിട്ടില്ല. എന്നാൽ ഇന്ന് ഇതെല്ലാം വന്നപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? വചനം പഠിക്കുമ്പോൾ കാണാം, സിസ്റ്റം മാറാൻ പോകുന്നു. ഈ ലോകത്തിന്റെ സിസ്റ്റം ഈ തലമുറയിൽ മാറുന്നു. 4 മണി വരെ സൂര്യന്റെ രശ്മികൾ ശക്തിയോടെ അടിക്കുന്നു. 4:30, 5, 5:30, 6 സൂര്യരശ്മിയുടെ ശക്തി കുറയുന്നു. അപ്പോൾ പ്രകാശം മറയുമ്പോൾ ബുദ്ധിയുള്ളവർക്കറിയാം 1 മണിക്കൂറിനകം അന്ധകാരം വരും. അത് തന്നെ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ ഈ 4 സംഭവങ്ങൾ പറയുന്നത് ഒരു യുഗത്തിന്റെ അവസാനത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഒരു യുഗത്തിന്റെ ഒടുവിലത്തെ ടൈമിലാണ് ഈ പ്രഭാഷണം.
ഇനി എത്ര കൺവെൻഷൻ നടക്കുമെന്ന് കണ്ടറിയണം. ലോക സംഭവങ്ങൾ മുഴുവൻ നിങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് നോക്കിക്കേ. ഞാൻ അങ്ങനെ അതിലേക്കാണ് വരുന്ന. സമയത്തിന്റെ പരിമിതി അനുസരിച്ച് പുകഞ്ഞു ഉറഞ്ഞു തുള്ളുന്നു. അപ്പോൾ ഈ തലമുറ യുഗത്തിന്റെ അവസാനം, ആ യുഗം നമുക്കറിയാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എല്ലാം ഒറ്റ മനുഷ്യനിൽ നിന്നും. വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 17:26. തിരുവചനവും പറയുന്നു, സയൻസും പറയുന്നു. ആക്ട്സ് 17:26 വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 17 അവനിലല്ലോ 17:26. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തിൽ നിന്ന് മനുഷ്യജാതി ഒക്കെ ഉളവാക്കി. ഇത് തിരുവചനം. ആദത്തിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ചു. ഞാൻ പറഞ്ഞ 850 കോടി ജനം, 198 രാജ്യം, പല ഭാഷ, പല നിറം, പല സംസ്കാരം, പല ആരോഗ്യം. പക്ഷേ ഒരപ്പന്റെ മക്കളെന്ന് വേദപുസ്തകം പറയുമ്പോൾ സയൻസ് പറയുന്നു കറക്റ്റ്. കാരണം മനുഷ്യന്റെ ജീൻ 99.99 എല്ലാവരുടെയും ഒന്ന്. മനുഷ്യന്റെ ജീൻ, ജനറ്റിക് കണ്ടീഷൻ ഒരു വ്യത്യാസമില്ല. അമേരിക്കക്കാരുടെയും ജപ്പാൻകാരുടെയും കൊറിയക്കാരുടെയും മലയാളിയുടെയും എല്ലാം ജീൻ ഒന്ന്. 2, BP ലെവൽ ലോകത്തിലെല്ലാം നോർമൽ. ശരീരത്തിന്റെ നോർമൽ ടെമ്പറേച്ചർ എല്ലാം നോർമൽ, ഒരേ സൈസ്. മലയാളിക്കും സായിപ്പിനും എല്ലാം ഒന്ന. സായിപ്പിന് വെളുപ്പുണ്ട് 1 ഡിഗ്രി കൂടുതലുമില്ല, ഉണ്ടേ അവന് പനിയാ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഒരേ ബോഡി ടെമ്പറേച്ചർ, ഒരേ BP കണ്ടീഷൻ. നോക്കിക്കേ, എല്ലാവർക്കും യൗവനം, ശൈശവം തുടങ്ങിയ സിസ്റ്റങ്ങൾ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? എല്ലാവരും ഒരു അപ്പന്റെ മക്കൾ. എന്നാൽ അതേ എല്ലാവരും സാത്താന്റെ പ്രലോഭനത്താൽ പാപം ചെയ്ത് ദൈവ തേജസ്സുമില്ലാത്തവരായി. ദൈവത്തിന് വേണമെങ്കിൽ ഈ മനുഷ്യവർഗത്തെ ക്യാൻസൽ ചെയ്തിട്ട് മറ്റൊന്നിനെ സൃഷ്ടിക്കാമായിരുന്നു. ദൈവമക്കൾക്കറിയാമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പ്രഭാഷണം പൂർത്തീകരിക്കത്തില്ല. സ്നേഹസ്വരൂപനായ ദൈവം തൻ്റെ ദിവ്യശക്തി കൊണ്ട് പാപത്തിൽ തകർന്ന മനുഷ്യനെ നശിപ്പിക്കാതെ അവനെ ക്ലീൻ ചെയ്തെടുക്കുവാൻ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തമെടുത്ത യേശു ക്രിസ്ത്യാനികളുടെ സ്വത്തല്ല, പെന്തിക്കോസ്തുകാരുടെ സ്വത്തല്ല. ആകമാന മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ ഏകപരിഹാരം അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം. 2 വിധത്തിലുള്ള പാപം മനുഷ്യനിൽ. ജനറ്റിക്സിൽ നമ്മൾ ചെയ്ത പ്രവൃത്തി, നമ്മുടെ ജന്മപാപം, കർമ്മപാപം. ജന്മപാപം മാറ്റാൻ സാധിക്കത്തില്ല, ഒരു ട്രീറ്റ്മെന്റിൽ സാധിക്കത്തില്ല. നോക്കിക്കേ, വല്യപ്പന്റെ സ്വഭാവം മക്കളിലേക്ക്. സയൻസ് പറയുന്നു, നമ്മൾ അനുഭവിക്കുന്നു. വല്യപ്പന്റെ സ്വഭാവം അല്ല വല്യമ്മയുടെ സ്വഭാവം മക്കളിലേക്ക്, കൊച്ചുമക്കളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സ്വഭാവം തന്നെയല്ല, ശരീരസ്ഥിതിയൊക്കെ ഏതാണ്ട് അതുപോലെ. സയൻസ് പറയുന്നത് നമ്മൾ 50-50 എന്താ, പകുതി പപ്പ പകുതി മമ്മി. ആ അമ്മച്ചിയുടെ ആ കിണിങ്ങിണുപ്പും അച്ചായൻ്റെ ആ കുലുക്കവും എല്ലാം ഒന്നിച്ച് കിട്ടി. അപ്പോൾ ജീവനകത്തെ ക്യാരക്ടർ, അതിനകത്തെ അപ്പം നോക്കിയാൽ നമുക്കൊക്കെ കിട്ടിയ ഭാഗ്യം ഞാൻ പറയുക. മുക്കുടിയനായ വല്യപ്പൻ, മോഷ്ടാവായ വല്യപ്പൻ, ഇല്ലേ, ഭാര്യയെ തല്ലുന്ന വല്യപ്പൻ, ഇതൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്ത വല്യപ്പൻ. ആ ജീൻ നമ്മളിലേക്ക് വന്നപ്പോൾ ഇത് മാറ്റുവാൻ ലോകത്തിലെ ഒരു ട്രീറ്റ്മെന്റിനും കഴിയാത്തപ്പോൾ കർത്താവായ യേശുവിന്റെ അതാണ് വിലയേറിയ രക്തം. മനസ്സിലായോ? പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവിന്റെ പ്രഷ്യസ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ജന്മപാപം മാറ്റാൻ കഴിവുള്ള ഒരു കെമിക്കൽ ഈ ലോകത്തിലില്ല. അത് യേശുവിന്റെ രക്തം, അത് സൗജന്യം. അതോടൊപ്പം ചെയ്തു പോയ സകല തെറ്റുകളും കാൽവറി ക്രൂശിൽ വഹിച്ചവൻ. ദൈവം തമ്പുരാന്റെ സ്നേഹം മനുഷ്യവർഗത്തോടുള്ളത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കിട്ടിയത്. എവിടെ ഇരിക്കുന്നവരെല്ലാം പെന്തിക്കോസ്തുകാരപ്പം വാക്യം കാണാപ്പാടവാ. അതുകൊണ്ട് ഈ പറഞ്ഞതിനൊരു ഗൗരവം വരത്തില്ല, അല്ലേ? എന്നും പാലപ്പം കഴിച്ചാൽ പാലപ്പം എന്ന് പറയും. എൻ്റെ ഗൗരവം മനസ്സിലാക്കത്തില്ല. എന്നാൽ ഗൗരവം മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒരുവൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവവചനം അനുസരിച്ചുള്ള കൽപ്പനയനുസരിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന മാർഗത്തിൽ അവൻ്റെ കൽപ്പനയനുസരിച്ച് ദൈവസഭയിലേക്ക് വരുമ്പോൾ അവന് 2 അനുഗ്രഹം കിട്ടും. ആ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകതയാണ് ഈ യോഗം. ഒന്നാമത്തെ അനുഗ്രഹം, ആ വ്യക്തി പിന്നെ X അല്ല, Y അല്ല, തോമസ് അല്ല, മാത്യു അല്ല, ശോശാമയല്ല. എഫേസ്യ ലേഖനം പറയുന്നു ക്രിസ്തുവിൻ്റെ ശരീരമാണ്.
ക്രിസ്തുവിൻ്റെ ശരീരമാണ് നിങ്ങളും ഞാനും, ബോഡി ഓഫ് ക്രൈസ്റ്റ്. രണ്ടാമത്തേത് ഏറ്റവും മനോഹരം, വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അതിന്റെ ആ ആഴമായ ആശയം പറയുവാനാ ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും എല്ലാം ഇന്ത്യൻ പൗരന്മാരാ. നിങ്ങൾക്ക് റാന്നിയിൽ വോട്ടവകാശം, എനിക്ക് കോട്ടയത്ത് വോട്ടവകാശം. കോട്ടയത്തെ എൻ്റെ വീടിന്, ഞാൻ താമസിക്കുന്ന വീട്ടിലെ പഞ്ചായത്ത് ഓഫീസിൽ എൻ്റെ പേരുണ്ട്. നിങ്ങളുടെ പേര് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസിലുണ്ട്. റാന്നി ഈസ്റ്റ് സെൻറ്ററിലെ രജിസ്റ്ററിൽ നിങ്ങളുടെ പേരുണ്ട്, വെസ്റ്റ് സെൻറ്ററിലുണ്ട്. ബാങ്കിൽ നിങ്ങളുടെ പേര് കിടപ്പുണ്ട്. ഇതൊന്നും വേണ്ട, കയ്യിലിരിക്കുന്ന ആധാറിനകത്ത് പേരുണ്ട്. ഇന്ത്യൻ പൗരന്മാരാ. കയ്യിലെ യാത്ര ചെയ്യാൻ എന്തെങ്കിലും ഒരു യാത്രാ രേഖ വേണമല്ലോ. ഞാൻ സാധാരണ കൊണ്ടുനടക്കുന്ന പാൻ കാർഡാ. അതിനകത്ത് എൻ്റെ ഫോട്ടോയും ഉണ്ട്, എൻ്റെ പേരും ഉണ്ട്, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ട്. ആധാർ കാർഡ് ഉള്ളവരെല്ലാം ഒന്ന് കരങ്ങളെ ഉയർത്തിക്കേ. സ്വത്രം ഉണ്ടോ? ആരാ? ഇന്ത്യൻ പൗരന്മാരാ. വളരെ നല്ല കാര്യം. എല്ലാവരും കര ഉയർത്തി. ആധാർ കാർഡുണ്ട്, നമ്മൾ ഇന്ത്യൻ പൗരന്മാരാ. ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ പേര് കിടപ്പുണ്ട്, കാശെടുക്കാം. നമുക്ക് വോട്ടവകാശമുണ്ട്. എല്ലാ പാർട്ടികളും മാറി മാറി വീട്ടിൽ കയറി വോട്ടവകാശം ഉണ്ടെങ്കിൽ. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മരിച്ചു കഴിഞ്ഞാൽ ആദ്യം പേര് വെട്ടുന്ന എവിടുന്ന്? വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് 1, റേഷൻ കാർഡിൽ നിന്ന് 2, സഭാ രജിസ്റ്ററിൽ നിന്ന് രാജു പാസ്റ്റർ 3. മരിച്ചവരുടെ പേരുണ്ടോ രജിസ്റ്ററേ? ഇല്ല. 1 വോട്ടവകാശം ഉള്ളവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടി. തീർന്നില്ല, പഞ്ചായത്തിൽ നിന്ന് വെട്ടി. ആധാർ കാർഡിന് ഒരു വിലയും ഇല്ല. സഭാ രജിസ്റ്ററിൽ നിന്ന് വെട്ടി. ബാങ്കിൽ ചെന്നാൽ കാശെടുപ്പുണ്ടാവുകയില്ല, മരിച്ചുപോയി. അപ്പം നിങ്ങളൊന്ന് ഓർത്തെ, ആർക്കായി പൗരത്വം എന്നിരിക്കുന്ന? ശരീരത്തിനാണ്. എന്റെയും നിങ്ങളുടെ ശരീരത്തിനാണ് പൗരത്വം. ഐ ആം ആൻ ഇന്ത്യൻ സിറ്റിസൺ. എന്ത് അഭിമാനത്തോടെ പറയാ, ലോകത്തിലെ ഏറ്റവും സംസ്കാരമുള്ള രാജ്യം ഭാരതം. ഭാരതത്തിലെ പൗരനാ ഞാനെന്ന് പറഞ്ഞാൽ, ഈ 87 വയസ്സുള്ള തോമസ് മാമൻ മരിച്ചു കഴിഞ്ഞാൽ പൗരത്വം തീർന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? പൗരത്വം ലഭിച്ചിരിക്കുന്നത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പൗരത്വം ഈ ഭൂമിയില. എന്നാൽ യേശുവിന്റെ രക്തത്തിൽ കൂടി വീണ്ടും ജനിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പൗരത്വം ശരീരത്തിനല്ല, ആത്മാവിനാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. സ്വർഗത്തിന്റെ ഉടമസ്ഥൻ ദൈവമാണ്, ക്രിസ്തുവാണ്. ആ ക്രിസ്തു പറഞ്ഞു, ഞാൻ പൗരത്വം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ സ്ഥലമൊരുക്കും, ഞാൻ വന്ന് നിങ്ങളെ ചേർക്കും. സ്വർഗീയ പൗരന്മാരെ മാത്രമേ സ്വർഗത്തിൽ കൊണ്ടുപോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ പൗരന്മാരാണെന്നുള്ളതിന്റെ ആധാർ കാർഡ് കയ്യിലുണ്ട്. അതാണ് എൻ്റെ കുറിവാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. അതിന്റെ ആവശ്യകതയെ അവസാനം പറഞ്ഞ് ഞാൻ നിർത്താനായിട്ടാണ് ആഗ്രഹിക്കുകയാണ്. നോക്കിക്കേ, സ്വർഗത്തിൽ പൗരത്വമുള്ളവരെ ഈ ഭൂമിയിൽ നിന്നും മാറ്റണം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ലോകം കാണാൻ പോകുന്ന 3ാമത്തെ ഒഴിച്ചുമാറ്റൽ ഈ തലമുറയിൽ നടക്കും. കാരണം ഈ ഭൂഗോളം മനുഷ്യവാസത്തിന് യോഗ്യമല്ലാതെ മാറിക്കഴിഞ്ഞു. അതിലേക്ക് ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചെങ്കിലും അങ്ങോട്ട് കയറുവാൻ സമയമില്ല. 98.4 ടെമ്പറേച്ചറിൽ ജീവിക്കാൻ സാധിക്കത്തില്ല. ഭൂമിയുടെ ഊഷ്മാവ് വർദ്ധിച്ചു, അതിശക്തമായി ചൂടി. നമ്മളതിനെ പറയും ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് കൊണ്ടൊന്നും ആയില്ല. സൂര്യൻ കത്താൻ പോവുക, കത്തി ഇങ്ങോട്ട് തകർക്കാൻ പോവുക. ഏറ്റവും വലിയത് ഈ ഭൂമിയുടെ ഉൾക്കാമ്പിൽ സംഭവിച്ച മാറ്റം നിങ്ങൾക്കറിയാമോ? ഞാനും നിങ്ങളും മനോഹരമായി ഭൂമിയിൽ ജീവിക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾ ഈ ചെയറിൽ ഇരിക്കുന്നു, ഞാനിവിടെ നിൽക്കുന്നു. രോജൻ പാസ്റ്ററും മേത്രപാസ്റ്ററും അധ്യക്ഷനൊക്കെ കസേരയിൽ ഇരിക്കാൻ കാരണം ഇടുപ്പ് ബലം കൊണ്ടല്ല, ഈ ഭൂമിയുടെ ഗ്രാവിറ്റിയാണ് നമ്മളെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. അതായത് ചന്ദ്രനെ ഇരിക്കാൻ മേല, അതിലെ നീന്തിക്കളിക്കുന്നത്. ശൂന്യാകാശത്ത് നിൽക്കാനൊക്കത്തില്ല, അവിടെ ഗ്രാവിറ്റി ഇല്ല. ഈ ഭൂമിയിൽ ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഗ്രാവിറ്റി വെച്ചെങ്കിൽ സയൻസ് പറയുന്നു ആ ഗ്രാവിറ്റി വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 1600 കിലോമീറ്ററിന്റെ കരക്കത്തിന് വ്യത്യാസം. ഭൂമിയുടെ ഉൾക്കാമ്പിൽ ഇന്ധനം നൽകുന്ന ജിയോ മാഗ്നറ്റിസം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ആകർഷണം കുറഞ്ഞ് മനുഷ്യർക്ക് ജീവിക്കാൻ മേലാത്ത കാലാവസ്ഥ വരുമ്പോൾ സ്വർഗീയ പൗരന്മാരെ ഒഴിച്ചു മാറ്റും.
ലോകം കണ്ട 2 ഇവാക്യുലേഷൻ. ഒന്ന് ബ്രിട്ടീഷുകാർ നടത്തിയതാ, അത് ആ ലോകത്തിലെ ഏറ്റവും വലിയ ഒഴിച്ചുമാറ്റൽ. സെക്കൻഡ് വേൾഡ് വാർ പുറപ്പെട്ടപ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ, ജർമ്മൻ ചാൻസലർ, പറഞ്ഞു ബ്രിട്ടീഷുകാർ യൂറോപ്പിൽ എവിടെ ഉണ്ടെങ്കിലും കൊല്ലും. ജോർജ് ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിൽ യൂറോപ്പിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരെ മുഴുവൻ കോടിക്കണക്കിന് പൗണ്ട് ചെലവാക്കി ഒഴിച്ചു മാറ്റി. രണ്ടാമത്തെ ഒഴിച്ചുമാറ്റൽ നമ്മുടെ ഇവിടെ വന്ന് അഭിവാദ്യ പ്രസംഗം നടത്തിയ കർത്താവിൻ്റെ ദാസൻ ബെഞ്ചമിൻ സിംഗ് കുവൈറ്റിലാണ്. സദാം ഹുസൈൻ 90കളിൽ കുവൈറ്റ് കയറി ആക്രമിച്ചപ്പോൾ കുവൈറ്റിലെ രാജാവ് സഹിത സ്ഥലം വിട്ടു. പതിനായിരക്കണക്കിന് ഇന്ത്യക്കാർ കുടുങ്ങി. മുഴുവൻ ഇന്ത്യക്കാരെ ഒഴിച്ചു മാറ്റി. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിസ്റ്റർ ഗുജറാളാണ് വിദേശകാര്യമന്ത്രി. അദ്ദേഹം ഇറാഖിൽ ചെന്ന് അന്നത്തെ സദാം ഹുസൈനോട് പറഞ്ഞു, ഇന്ത്യക്കാരെ ഒഴിച്ചുവരെ തൊടാനൊക്കത്തില്ല. അവിടെ എയർപോർട്ട് അടച്ചു, കുവൈറ്റ് എയർപോർട്ട് അടച്ചു. ആരുമില്ല, പലസ്തീനികൾ കയ്യേറി, കയ്യാങ്കളി നടത്തുക, പോലീസില്ല, പട്ടാളമില്ല. നമ്മുടെ ആളുകൾ 10,000-കണക്കിന് ഇന്ത്യക്കാർ കുടുങ്ങി. ഇന്ത്യ ഗവൺമെൻറ് ഒറ്റ പരിപാടി ചെയ്തു. ഇന്ത്യ ഗവൺമെൻറ് അറിയിച്ച ഒരൊറ്റ അറിയിപ്പേ ഇന്ത്യക്കാരോടെ, നിങ്ങളുടെ ജോലിയോ വീസയോ വിദ്യാഭ്യാസമോ പണമോ ഇതൊന്നും ആവശ്യമില്ല. 2 കാര്യം ചെയ്യണം. ഒന്ന്, ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം, കുവൈറ്റ് എയർപോർട്ട് അടച്ചു, അവിടെ ഒരു പരിപാടിയില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും അടുത്ത രാജ്യമായ യോർദാന്റെ തലസ്ഥാനമായ അമ്മാനിൽ വന്നു പറ്റണം. ശ്രദ്ധിക്കണേ, ഏതെങ്കിലും വിധത്തിൽ അവിടെ നിന്ന് യാത്ര ചെയ്ത് ബൈ റോഡ് നിങ്ങൾ യാത്ര ചെയ്ത് യോർദാന്റെ തലസ്ഥാനമായ അമ്മാനിൽ വന്നു പറ്റണം. വന്നു പറ്റിയാൽ 2, നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ ഇന്ത്യയിൽ ഞങ്ങൾ എത്തിക്കും. അതുപോലെ നടന്നു. നമുക്ക് ഒത്തിരി പരിമിതികളുണ്ടായിരുന്നു അന്ന്. എങ്കിലും അന്നത്തെ ഗവൺമെന്റ് ഡെയിലി എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് അമ്മാനിൽ വരും, കയറ്റും. ജോലിയുണ്ടോ, വിസയുണ്ടോ, സ്പോൺസർ ആരാ, വിദ്യാഭ്യാസം ആരാ, ഒന്നും വേണ്ട, ഒരു ടിക്കറ്റും വേണ്ട. മുഴുവൻ ആളുകളെയും കൊണ്ട് ഇന്ത്യയിലെത്തിച്ചു. ബോംബെയിലും ഡൽഹിയിലും എത്തിച്ച ചരിത്രം സൃഷ്ടിച്ച ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ്. അതാണ് ലോകം കണ്ട രണ്ടാമത്തെ ഒഴിച്ചുമാറ്റൽ. അവിടെ ഇന്ത്യ ഗവൺമെന്റ് 2 കാര്യം മാത്രം പറഞ്ഞു. ഒന്ന്, നിങ്ങൾ ജോർദാനിൽ വരണം, അമ്മാനിൽ വരണം. 2, നിങ്ങൾ ഇന്ത്യക്കാരനെന്ന് തെളിയിക്കുന്ന ഇന്ത്യയുടെ പാസ്പോർട്ട് വേണം. മൂന്നാമത്തെ ഒഴിച്ചുമാറ്റൽ ഈ തലമുറയിൽ റാന്നി ഉൾപ്പെടെയുള്ള ഭൂമിയിൽ നടക്കും. കാരണം ഈ ഭൂമി ഏത് ക്രിസ്തുവിന്റെ കയ്യിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. വീഴാൻ പോകുകയല്ല, വീണുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നാശയോഗ്യൻ, അധർമ്മമൂർത്തി, മ്ലേച്ഛതയുടെ പ്രഭു, ദൈവത്തിന്റെ ശത്രു, സാക്ഷാൽ സാത്താൻ, സാക്ഷാൽ ലൂസിഫർ ഒരു മനുഷ്യനിൽ പ്രവേശിച്ച്, അഥവാ 3 ആളത്വങ്ങളിൽ പ്രവേശിച്ച്, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ എന്ന വേദപുസ്തക നാമത്തിൽ ഈ ഭൂമിയെ, സകല രാജ്യത്തെയും അടച്ചു ഭരിച്ച് മ്ലേച്ഛത പ്രവർത്തിക്കുമ്പോൾ ദൈവമക്കൾ ഈ ഭൂമിയിൽ കാണാൻ പാടില്ല. ദൈവത്തിന്റെ പദ്ധതി അവരെ ഒഴിച്ചു മാറ്റണം. ഇന്ത്യ ഗവൺമെന്റ് 2 കാര്യം പറഞ്ഞതുപോലെ ഈ ഒഴിച്ചുമാറ്റൽ 2 കാര്യം സ്വർഗം പറയുന്നു. ഒന്ന്, പാസ്പോർട്ട് വേണം. സ്വർഗത്തിൽ പോകാൻ പാസ്പോർട്ട് വേണം. ആ പാസ്പോർട്ടിന്റെ പേരാ രക്ഷയുടെ പാസ്പോർട്ട്. 2, എനിക്ക് വളരെ സന്തോഷമുണ്ടാവും ഓർത്തിട്ട്. ഇതെല്ലാം നിഴലാ. ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു യോർദാന്റെ തലസ്ഥാനമായ അമ്മാനി വരണം. അത് തന്നെയാ കർത്താവ് പറഞ്ഞു, ഈ ഭൂമി കറങ്ങി നടന്നാൽ പോരാ, ഈ ഭൂമിയുടെ തലസ്ഥാനമായ ദൈവസഭയെ വരണം. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയിൽ രക്ഷയുടെ പാസ്പോർട്ടുമായി നിൽക്കുന്ന സകല ആളുകളെയും ഈ തലമുറയിൽ ഒഴിച്ചു മാറ്റുമെന്ന് ധൈര്യത്തോടെ ഞാൻ പറയാം. കാരണം ലോക സംഭവങ്ങൾ അതുപോലെ കാര്യങ്ങളുടെ ഗൗരവത്തിൽ വന്നിരിക്കുകയാണ്. ലോകത്തിന്റെ ഘടികാരം ഇസ്രായേൽ. പഴയ നിയമത്തെ പുതിയ നിയമത്തെ തമ്മിൽ മാറ്റിയത് ഇസ്രായേൽ. പ്രത്യേകത, 5 പ്രത്യേകതയുള്ള ഒരൊറ്റ ജനത. ഒന്ന്, ഇങ്ങനെയൊരു ജനത ജനിക്കുവാൻ മെഡിക്കൽ സയൻസിൽ ഒരു വഴിയുമില്ല, ഒരു ചാൻസുമില്ല. അധ്യക്ഷനായ ഷൈജു പാഷയുടെ ഭാഷയെ പറഞ്ഞാൽ മൃതപ്രായന്റെ മക്കൾ. എബ്രായലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഒരുവനെ മൃതപ്രായനെ, ആ വാക്യം നിങ്ങൾക്ക് അറിയാമല്ലോ. എബ്രായലേഖനം 11-ാം അധ്യായത്തിലാ. അങ്ങനെ ഒരുവനെ മൃതപ്രായൻ എന്ന് വായിച്ചേ. 11-ാം അധ്യായത്തിന്റെ 9 മുതൽ ഒന്ന് വായിച്ചേ. ഇസ്രായേലിന്റെ പ്രത്യേകത നോക്കണം.
വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഒന്നാമത്തെ പ്രതി, അടുത്ത വാക്യം. അതുകൊണ്ട് ഒരുവന് മൃതപ്രായമാകുന്ന ഭാഷയല്ല അദ്ദേഹം പ്രസംഗിക്കുന്ന ഭാഷയാണ് ഞാൻ പറഞ്ഞത്. മൃതപ്രായൻ എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ആ അർത്ഥം മനസ്സിലായാലേ ഗൗരവം മനസ്സിലാകത്തുള്ളൂ. 99 വയസ്സുണ്ട് അബ്രഹാമിന്. മൃതപ്രായൻ. റാന്നിയില അബ്രഹാം ജീവിച്ചതെന്ന് വിചാരിച്ചോ? ഇന്ന് അബ്രഹാം മരിച്ചു. പേപ്പറിൽ എന്തോ വാർത്ത വരുന്നത്, ഇറാഖുകാരൻ റാന്നിയിൽ ഐത്തലെ വന്ന് താമസിക്കുന്ന അബ്രഹാം മരിച്ചു അല്ലേ? വയസ്സ് 99. ശവസംസ്കാരം ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ പിന്നീട്. ഈ 99കാരൻ ഇറാഖിൽ നിന്ന് വന്ന് താമസിച്ച പുള്ളി മരിച്ചെന്ന് കേട്ടാ ഏതെങ്കിലും ഒരു അമ്മച്ചി ചോദിക്കുവോ, ഏതെങ്കിലും ഒരു അച്ഛൻ ചോദിക്കുവോ, അയ്യോ മരിച്ചോ എന്ന് ചോദിക്കുവോ? ഇല്ല. ഒറ്റ ചോദ്യം, എപ്പോഴാ അടക്കം? ചെന്ന പപ്സും ഉഴുന്നുവടയും കഴിച്ചു വെച്ച് പോരാ. ആ മൃതപ്രായനെ അതിസുന്ദരനായ, അതികോമളനായ, ആരോഗ്യമുള്ള, അനുസരണമുള്ള, കൃപയുള്ള ഒരു മകനെ നൽകി. 1. 2, ഇവരുടെ സ്ഥലമല്ല പലസ്തീൻ, ഇവരുടെ സ്ഥലമല്ല കനാൻ. കനാൻ ദേശം എന്ന് പറഞ്ഞാൽ കനാന്യരുടെ നാട്, ഹാമിന്റെ മക്കൾ. പലസ്തീൻ എന്ന് പറഞ്ഞാൽ ഫെലിസ്തീനരുടെ നാട്. ഹാമിന്റെ മകനായ മിസ്രൈമിന്റെ പേരാണ്, സന്തതികളാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം ഫെലിസ്തീനരുടെ നാട്. ഇവർക്ക് വാഗ്ദത്ത നാടാ. 5 പ്രത്യേകത. 1, ഇങ്ങനൊരു സന്തതി ജനിക്കാൻ സാധ്യതയില്ല. 2, അവർക്ക് സ്ഥലം കറക്റ്റ് ലോകത്തിൽ ഒരു ജനതയ്ക്ക് സ്ഥലം കൊടുത്തില്ല. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒരുപോലെ ബോർഡർ ഇട്ട് സ്ഥലം കൊടുത്തു. 3, ഈ ജനത്തിനല്ലാതെ പേരിട്ടത് നാട്ടുകാരല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളാ പേരിടുന്നത്. നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പേരിടും. വല്യപ്പൻ്റെ പേരും വല്യമ്മയുടെ പേരും അമ്മയുടെ പേരും അതൊക്കെ പോയി ഇപ്പൊ ഷാഹു എന്നൊക്കെ ആയി. എങ്ങനെയായാലും പേരിടുന്ന നമ്മളാ. എന്നാൽ ഇവർക്ക് പേരിട്ടത് യഹോവയായ ദൈവമാണ് പേരിട്ടത്. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല പിടിച്ചത് കൊണ്ട് നിന്റെ പേർ ഇസ്രായേൽ. യഹോവ പേരിട്ടവൻ, യഹോവ ജന്മം കൊടുത്തു. പ്രത്യേകതയിൽ യഹോവ അതിർത്തി കൊടുത്തു. 4, ലോകത്തിലെ ഒരു ജനതയ്ക്കും ചട്ടങ്ങളും കൽപ്പനകളും സ്വന്തം വിരൽ എഴുതി കൊടുത്തില്ല, ഈ ഒരു ജനതയ്ക്ക് മാത്രം കൊടുത്തു. 5, ക്രിസ്ത്യാനികളോട് പോലും ദേവാലയം പണിയാൻ പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനിയോട് പറയുന്നത് നീ എൻ്റെ ദേവാലയമാണെന്നാ, നിന്റെ ശരീരമായ എൻ്റെ ദേവാലയം. എന്നാൽ ഇവരോട് ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുവാൻ നിങ്ങൾ എനിക്കൊരു ദേവാലയം പണിയണം. പുറപ്പാട് 25:8. ഈ 5 പ്രത്യേകതയുള്ള ഇസ്രായേൽ ലോകത്തിന്റെ ഘടികാരം. അവരെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങൾ ഞാൻ തുടർന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ തലമുറയിൽ കർത്താവിൻ്റെ വരവേ. നാം നിൽക്കുന്ന കാലഘട്ടം കൃപായുഗത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാലഘട്ടമാകുന്നു. ലോകത്തിൻ്റെ ഘടികാരം എന്ന് പറയുന്നത് ആത്മീയ ഭാഷയിൽ ഇസ്രായേലാണ്. ആ ഇസ്രായേലിനെ ചുറ്റിപ്പറ്റി 2 പത്തുകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൃപായുഗം ആരംഭിക്കുന്നതിന് മുൻപേ ഇസ്രായേലിനെ സംബന്ധിച്ച് 10 കാര്യങ്ങൾ പ്രവചനത്തിൽ വെളിപ്പെടുത്തിയത് അക്ഷരാർത്ഥത്തിൽ നിവർത്തിച്ചത് അറിയാവുന്നവരാണ് ക്രൈസ്തവ ലോകം, വിശേഷാൽ ദൈവമക്കൾ, വിശേഷാൽ കർത്തദാസന്മാർ. അവർ പഠിപ്പിക്കുന്നതാണ് 10 കാര്യങ്ങൾ. 1, സ്വന്തമല്ലാത്ത നാട് വാഗ്ദത്ത നാടായി കൊടുത്തപ്പോൾ ചട്ടങ്ങളും കൽപ്പനകളും വിട്ട് വിഗ്രഹങ്ങളുടെയും അനാത്മിക ജീവിതത്തിൻ്റെയും ജാതികളുടെയും പുറകെ പോയപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ അസീറിയർക്ക് അടിമകളായി മാറുമെന്ന്. ദൈവമക്കൾ ഓർക്കണം, സമ്പത്തിൻ്റെയോ പേരിൻ്റെയോ പ്രശസ്തിയുടെയോ പരിഷ്കാരത്തിൻ്റെയോ പുറകെ പോയി ആത്മീയത കളഞ്ഞു കുളിച്ചാൽ സാത്താൻ നമ്മളെ അടിമകളാക്കും എന്ന് വളരെ ഗൗരവത്തിൽ ഓർക്കേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെ 1ാമത്തെ കാര്യം, അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ അടിമകളായി പോയപ്പോൾ ശേഷിച്ച ഗോത്രങ്ങൾക്കൊരു മുന്നറിയിപ്പെങ്കിലും അവരും മുൻപേ പോകുന്ന ഗോവിൻ്റെ പുറകെ പോകുന്നു ഗോക്കളെന്ന പോലെ അവരും ഇതേ വിധത്തിൽ ജീവിതം ക്രമപ്പെടുത്തി അനാത്മീയതയിലേക്ക് വന്നപ്പോൾ 2ാമത്തെ കാര്യം, ബാബിലോണിയ അടിമകളായി അവരും മാറി. 3ാമത്തെ സംഭവം എങ്കിലും
അവരുടെ ദേവാലയവും തകർക്കപ്പെട്ടു. നാലാമത്തെ കാര്യം, ദൈവത്തിന്റെ കൃപയാൽ വാഗ്ദത്ത നാട്ടിൽ വീണ്ടും മടക്കിക്കൊണ്ടുവന്നു ഒരവസരം കൊടുത്തു. അഞ്ചാമത്തെ കാര്യം, ദേവാലയം പണിയുവാൻ സാക്ഷ്യം കൊടുത്തു. ആറാമത്തെ പ്രത്യേക കാര്യം, നിങ്ങൾക്കിനി രാജാവില്ല. പ്രൈസ് ദി ലോർഡ്. രാജാവില്ലാതെ. ഏഴാമത്തെ സംഭവം, അവരുടെ രാജാവായി യാക്കോബിൽ ഒരു ഉദയ നക്ഷത്രം ഉദിച്ചു. അവൻ ഇസ്രായേലിന്റെ ഹല്ലേലൂയ സിയോൻ പുത്രി, നിന്റെ രാജാവെന്ന് പറഞ്ഞ് 600 വർഷങ്ങൾക്ക് ശേഷം യെരുശലേമിൽ യേശു തമ്പുരാൻ രാജാവായി പ്രവേശിച്ചു. കൃപായുഗം ആരംഭിക്കാൻ പോവുകയാണ്. 8, അവർ തള്ളിക്കളഞ്ഞു, റോമൻ ഗവൺമെന്റിനെ കൊണ്ട് ക്രൂശിപ്പിച്ചു. 9, അവൻ ഉയർത്തു, സ്വർഗാരോഹണം ചെയ്തു. 10, ദൈവസഭ ആരംഭിച്ചു. യഹൂദന്മാരുടെ ദേവാലയം തകർന്നു, അവർ ലോകത്തിൽ ചിതറപ്പെട്ടു. ഈ 10 കാര്യങ്ങൾ കൃപായുഗം ആരംഭിക്കുന്നതിൻ്റെ ഇസ്രായേലിന്റെ ലോകത്തിന്റെ ഘടികാരമായ ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിൽ ഇനിയും നടക്കുന്ന 10 കാര്യങ്ങൾ നടക്കണമെങ്കിൽ സ്വർഗത്തിൽ പൗരത്വമുള്ളവർ മാറണം, ദൈവമക്കൾ എടുക്കപ്പെടണം. റാപ്ചർ എന്ന് പറയുന്ന കർത്താവിന്റെ പുനരാഗമനം ഈ തലമുറയിൽ നടക്കാതിരിക്കാനൊക്കത്തില്ല. ബാക്കി കാര്യങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞു. ഈ സ്റ്റേജ് ഇവിടെ കെട്ടി, പന്തൽ തയ്യാറാക്കി, ലൈറ്റ് ഫിറ്റിങ്ങും സൗണ്ട് ഫിറ്റിങ്ങും ചെയ്തെങ്കിൽ ഇവിടെ പ്രസംഗം നടക്കും എന്ന് പറഞ്ഞതുപോലെ എതിർ ക്രിസ്തുവിന് വേണ്ടി ലോകം ഒരുങ്ങുന്നു. അതെല്ലാം പറയുവാൻ നമുക്ക് സമയമില്ല. എന്നാൽ കൃപായുഗത്തിൽ തെളിവ് നിങ്ങൾ കേട്ടുകൊള്ളുക. ഒന്നാമത്തെ കാര്യം എന്താണ്? പശ്ചിമേഷ്യ പുകയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? 2 സംഭവങ്ങളാണ്, രണ്ടും കൂടെ പറയാൻ ഒക്കുകയില്ല. ഒരു കുഞ്ഞു രാജ്യത്തിനെ ഒരു വലിയ തവള വിഴുങ്ങാൻ നോക്കുന്നു. ബൈബിളിലെ പ്രവചന നിവൃത്തിയ. സോവിയറ്റ് റഷ്യ 1 വർഷത്തിന് മേലെ കളിക്കുന്നു ഉക്രൈനിട്ട്. ഒരു കുഞ്ഞു രാജ്യം ഉക്രൈൻ, വലിയ ഒരു രാജ്യം സോവിയറ്റ് റഷ്യ. ആദ്യമേ നമുക്കത് ചിന്തിക്കാം. എന്താണ്, ആരാണ് സോവിയറ്റ് റഷ്യ? കിഴക്കൻ യൂറോപ്പിൽ നിന്നും കുടിയേറി പാർത്തവർ. 1300-കളിൽ അവരെ മംഗോളിയർ ആക്രമിച്ച് രാജ്യം എടുത്തു. വെറും റഷ്യ. മംഗോളിയർ അവരെ ആക്രമിച്ചു. മംഗോളിയൻ ഭരണം വന്നു. 1300-കൾ കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, റഷ്യക്കാരൻ സടകുടഞ്ഞെഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ പേരാണ് മിസ്റ്റർ ഐവാൻ. അദ്ദേഹം പറഞ്ഞു, നമ്മൾ റഷ്യക്കാരാ, കിഴക്കൻ യൂറോപ്പിൽ നിന്ന് വന്നവരാ, നമ്മളെ ഈ മംഗോളിയൻസ് അടിമകളാക്കിയിരിക്കുന്നു. റഷ്യൻ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച അദ്ദേഹം ഈ മംഗോളിയൻസിനെതിരായി യുദ്ധം ചെയ്തു. മംഗോളിയൻസിനെ തോൽപ്പിച്ച് റഷ്യ സ്വതന്ത്രമാക്കിയപ്പോൾ, മലയാളത്തിൽ മഹാൻ എന്ന് നമ്മൾ പറയത്തില്ലേ, റഷ്യയിൽ മഹാൻ എന്ന് പറയുന്ന വാക്കിന്റെ റഷ്യൻ വാക്കാണ് സാർ. സാർ അല്ല, സാർ, ബഹുമാന്യൻ. അങ്ങനെ അദ്ദേഹത്തെ ബഹുമാന്യനാക്കി, രാജാവാക്കി. അദ്ദേഹത്തിന്റെ പിൻഗാമികളാണ് സാർ ചക്രവർത്തിമാർ. സാർ ചക്രവർത്തിമാർ ലോകത്തിൽ ഭരിച്ചു. കിരാതഭരണം, അഴിമതി, അക്രമം, ദുഃഖത്തോടെ പറയാം. അതിന് കൂട്ടുനിന്നു ക്രൈസ്തവ സഭ. എന്നത്തെ ദർശനം നഷ്ടപ്പെട്ട ക്രൈസ്തവ സഭ അവിടെ എല്ലാ അഴിമതിക്കും കൂട്ടുനിന്നപ്പോൾ 1916 ആരംഭിച്ചു ബോൾഷെവിക് വിപ്ലവം. 1927-23 അവസാനിച്ചപ്പോൾ റഷ്യ സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി. അതാണ് റഷ്യ. സോഷ്യലിസം കൊണ്ടുവന്നു. ആദ്യമേ ലോകത്തിൽ സോഷ്യലിസം കൊണ്ടുവന്നു സോവിയറ്റ് റഷ്യ. ചരിത്രം. അപ്പോൾ ഉക്രൈൻ ആരാണ്? പുരാതന കാലത്ത് ചരിത്രം പറയുന്നു, വടക്കൻ ഇറാനിൽ നിന്ന് കുടിയേറി പാർത്തവർ. ഒരു കുഞ്ഞു രാജ്യം. അവർക്ക് 2-3 പ്രത്യേകതയുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം രക്ഷിക്കപ്പെട്ട ക്രൈസ്തവ ദൈവമക്കൾ പെന്തക്കോസ്തുകാരുള്ള രാജ്യം. 1. 2, വിശ്വാസ സ്നാനത്തിന് ഗവൺമെന്റ് എല്ലാ ഒത്താശകളും ചെയ്യുന്ന രാജ്യം. 3, 2ാം ലോകമഹായുദ്ധത്തിൽ ഏറ്റവും അധികം യഹൂദന്മാരെ സംരക്ഷിച്ച രാജ്യം. 4, ഇന്നത്തെ അതിന്റെ പ്രസിഡന്റ് ആരാന്നറിയാമോ? സെലൻസ്കി, യഹൂദൻ. പണ്ട് ഹാമാന്റെ ഭാര്യ ഹാമാനോടൊരു വാക്ക് പറഞ്ഞു, സൈരശേ, നീ എത്ര കളി കളിച്ചാലും, മൊർദെഖായി എത്ര കിളവനായാലും നീ ജയിക്കത്തില്ല, കാരണം അവൻ യഹൂദൻ. അത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. സോവിയറ്റ് റഷ്യ ഈ ഉക്രൈന്റെ മേൽ ജയിക്കാൻ പോകുന്നില്ല, കാരണം അവൻ യഹൂദനാണ്. സംഭവത്തിലേക്ക് വരാം. ഈ സോവിയറ്റ് റഷ്യയിൽ
ആദ്യം ചേർന്ന രാജ്യമാണ് ഉക്രൈൻ. ബോൾഷെവിക് വിപ്ലവം കഴിഞ്ഞ് സോഷ്യലിസം വന്നപ്പോൾ ആദ്യമേ സോവിയറ്റ് റഷ്യയുടെ ആ സിദ്ധാന്തത്തിൽ ആകർഷിക്കപ്പെട്ട് കയറിയ യൂറോപ്യൻ രാജ്യമാണ് ഉക്രൈൻ. എന്നാൽ 989 ചരിത്രമാണത്. കാരണം 10 കൊമ്പുകൾ ഉയരണം. ഇത് ക്രിസ്തു വരണമെങ്കിൽ റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 കൊമ്പ് ഉയരണം. ആ 10 കൊമ്പാണ്, നിങ്ങൾ ചരിത്രം അറിയാവുന്നവർ, എന്നെക്കാൾ അറിയാവുന്നവരാ ദൈവദാസന്മാർ. ആ 10 കൊമ്പുകളാണ് യൂറോപ്യൻ യൂണിയൻ. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലാൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർട്ടുഗൽ. അതിൽ ജർമ്മനി ഫ്രാൻസും ESCC എന്ന് പറയും. അതായത് യൂറോപ്യൻ സ്റ്റീൽ ആൻഡ് കോൾ കമ്മ്യൂണിറ്റി 11. അതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ UK ജോലി കിട്ടാൻ കാരണം ഇത് ക്രിസ്തു വരുന്നതിൻ്റെ മുന്നോടിയായി നോക്കിക്കേ 10 കൊമ്പ് വരണം. ബ്രിട്ടൻ പുറകോട്ടിയാടി. ബ്രിട്ടക്സ് എന്ന് പറയും. അവർ യൂറോപ്പിൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നും മാറിയത് കൊണ്ടാണ് അവിടെ നമുക്ക് ചാൻസ് കിട്ടി നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത്. മറ്റൊരു കാര്യം, ഈ 10 രാജ്യങ്ങൾ വരണമെങ്കിൽ സോവിയറ്റ് റഷ്യയുടെ തല താഴണം. കാരണം എതിർ ക്രിസ്തു വരണം, അതിനു മുമ്പ് സഭ എടുക്കപ്പെടണം. എല്ലാം നമ്മളെ പ്രവചന വിഷയമായി ശ്രദ്ധിച്ച് പഠിച്ചാലേ ഒക്കത്തുള്ളൂ. നിങ്ങളുടെ ശ്രദ്ധ മാറരുത്. ചപ്പാത്തി തണുത്താലും ചൂടാക്കാം, പക്ഷേ ഈ പ്രസംഗം 8:45 കഴിയുമ്പോൾ തീരും. അങ്ങനെ 10 രാജ്യങ്ങൾ വരണമെങ്കിൽ സോവിയറ്റ് റഷ്യയിൽ നിന്നും രാജ്യങ്ങൾ വിഘടിച്ചു മാറി വെറും റഷ്യയായി. അവന്റെ പ്രതാപം പോയപ്പോൾ ആദ്യം വിട്ടുപോയ രാജ്യമാണ് ഉക്രൈൻ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ യുദ്ധം? നമ്മളതിന് ലോകരാഷ്ട്രീയമല്ല, ആത്മീയം എന്തു പറയുന്നു? സോവിയറ്റ് റഷ്യ കണ്ണുവെച്ചിരിക്കുന്നത് ഉക്രൈനെ പിടിക്കാനല്ല. ഉക്രൈൻ കിട്ടിയാൽ ഒരു നേട്ടവും ഉണ്ടാകത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഉക്രൈനിലെ ജനങ്ങൾക്ക് സോവിയറ്റ് റഷ്യയോട് ഒരു സ്നേഹവുമില്ല. അടിമത്തത്തിൽ കുറച്ചാൾ ഇരുത്തത്തേ ഉള്ളൂ. എന്നാൽ അവർക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണെന്നറിയാമോ? അവർക്ക് വേണ്ടിയത് ഡെഡ് സീ, ബ്ലാക്ക് സീ. അവർക്ക് കരിങ്കടൽ ആവശ്യമാണ്. 2014 സെപ്റ്റംബർ 24 സോവിയറ്റ് റഷ്യ പറഞ്ഞൊരു വാർത്തയുടെ പേപ്പർ കട്ടിങ് എൻ്റെ കയ്യിലുണ്ട്. ഇത് ചിക്കാഗോ ട്രിബ്യൂണൽ എന്ന് പറയുന്ന ഏറ്റവും പേരുകെട്ട പത്രത്തിൻ്റെ കട്ടിംഗ് ആണ്. ഇന്നേക്ക് 11 വർഷം മുമ്പാണ് ഈ സംഭവങ്ങളെല്ലാം തുടങ്ങുന്നതിന് മുൻപാണ് സോവിയറ്റ് റഷ്യ പറഞ്ഞത്. ഞാൻ മലയാളത്തിൽ പറയാം. 2020 കഴിയുമ്പോൾ ഞങ്ങൾ പുതിയ 80 ആറ്റം കപ്പലുകൾ കൂടി നിർമ്മിച്ച് ഞങ്ങളുടെ നിലവിലുള്ള കപ്പലുകളെല്ലാം ചേർത്ത് കരിങ്കടലിൽ ഞങ്ങൾ ആധിപത്യം പുലർത്തും. ബ്ലാക്ക് സീ, കരിങ്കടലിൽ ഞങ്ങൾ ആധിപത്യം പുലർത്തും. നമ്മൾ വചനത്തിലേക്ക് വരികയാണ്. ആദ്യമേ രാഷ്ട്രീയം നോക്കിയാലേ ഒക്കത്തുള്ളൂ. എന്താണ് ഈ കരിങ്കടലിനോട് ഇത്ര താല്പര്യം? ഉക്രൈൻ വിട്ടുപോയപ്പോൾ ഉക്രൈൻ പടിഞ്ഞാറൻ സംഘടനയായ നാറ്റോയിൽ ചേരുമെന്ന് സോവിയറ്റ് റഷ്യക്ക് ഭയം. അമേരിക്ക, കാനഡ, ബ്രിട്ടൻ എല്ലാം ചേർന്ന നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രിനിറ്റി ഓർഗനൈസേഷൻ, വലിയ സംഘടനയാണ്. അങ്ങോട്ട് ഉക്രൈൻ ചേരുകയാണെങ്കിൽ കരിങ്കടലിന്റെ പടിഞ്ഞാറ് ഭാഗം മുഴുവൻ ഇപ്പോഴും അവരുടെ കയ്യിലാണ്, നാറ്റോയുടെ കയ്യിലാണ്. കരിങ്കടലിന്റെ കിഴക്ക് ഭാഗം സോവിയറ്റ് റഷ്യയുടെ കയ്യിലാണ്. കരിങ്കടലിന്റെ വടക്ക് ഭാഗമാണ് ഉക്രൈൻ, കാര്യമായ ഭാഗം. കരിങ്കടലിന്റെ തെക്കു ഭാഗം 2 കുഞ്ഞു രാജ്യമാണ്, ടർക്കി, സിറിയ. അതിനപ്പുറത്തൊരു രാജ്യമുണ്ട്, പുറകെ പറയാം. അപ്പോൾ ഈ കരിങ്കടൽ നിയന്ത്രിക്കണമെങ്കിൽ ഉക്രൈൻ കയ്യിൽ വേണം. അറബിയൻ കടലിൽ ഇന്ത്യ ഗവൺമെന്റ് എന്തെങ്കിലുമൊക്കെ കാര്യം നടത്തണമെങ്കിൽ പഞ്ചാബ് കൈ കിട്ടിയിട്ട് കാര്യമില്ല, ബീഹാർ കൈ കിട്ടിയിട്ട് കാര്യമില്ല, കേരളവും കർണാടകയും വേണമെന്ന് പറഞ്ഞതുപോലെ കരിങ്കടൽ വേണം. വേദപുസ്തകം പഠിപ്പിക്കുന്നു. യഹെസ്കേൽ പ്രവചനം എടുക്കാം. സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ, എതിർ ക്രിസ്തുവിനെ ഇസ്രായേൽ സ്വീകരിക്കുമ്പോൾ, എതിർ ക്രിസ്തുവിന്റെ ഒത്താശയോടുകൂടി സോവിയറ്റ് റഷ്യ കരിങ്കടൽ, സോവിയറ്റ് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. വേഗം വായിക്കാം. യഹെസ്കേൽ 38:7 മുതൽ വായിക്കാം. യഹെസ്കേൽ 38:7. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവീൻ. നീ അവർക്ക് മേധാവി ആയിരിക്കുക. ഗോഗ്, മാഗോഗ്. ദൈവമൊക്കെ വചനം അറിയാവുന്നതാണ് ഞാൻ പറയാത്തത്. ഗോഗ്, മാഗോഗ് നമുക്കറിയാം. നോഹയുടെ സന്തതിയായ യാഫത്തിന്റെ സന്തതി വരുമ്പോഴാണ് ഗോഗ്, മാഗോഗ്.
ഓക്കെ. ഉൽപ്പത്തി 10 കാണാം, അവരുടെ സ്ഥലമാണ് മേശക്ക്, തൂബൽ, ഇതൊക്കെ റഷ്യയാണ്. അവരോടാ പറയുന്നത് ഒരുങ്ങിക്കൊള്ളുക. ഇനിയും വായിച്ച കുഞ്ഞ്, ഒരുങ്ങിക്കൊള്ളുക. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവീൻ. അടുത്ത വാക്യം, നീ അവർക്ക് മേധാവി ആയിരിക്കുക. നീ അവർക്ക് ലീഡറാകും. അടുത്ത വാക്യം, ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. കേട്ടോണം. ഇനി എപ്പോൾ? അടുത്ത വാക്യം കേട്ടോണം. വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. ഇന്ത്യ അഥവാ കേരളം മുതൽ അമേരിക്ക വരെയുള്ള രാജ്യങ്ങളിൽ നിന്നും ശേഖരിക്കപ്പെട്ട ഒരു രാജ്യം ഏതാന്ന് നോക്കിക്കേ. വായിച്ചോ. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന പ്രവചനം ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിരന്തര ശൂന്യമായി കിടക്കുന്നല്ല, നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ നിരന്തര ശൂന്യമായി കിടന്നിരുന്നതും പല രാജ്യങ്ങളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഇസ്രായേൽ ഈ യുദ്ധം എപ്പോൾ നടക്കും? 1948 ശേഷം 1948 വരെ നിരന്തര ശൂന്യം. ഒരു യഹൂദൻ പോലും കാര്യമായിട്ടില്ലാതെ വെറും നാരകത്തോട്ടമായി കിടന്ന രാജ്യം. 1948 മെയ് 14 ഒരു രാഷ്ട്രമായി. അപ്പോൾ എപ്പോൾ നീ വരും? ടൈമിംഗ് ആണ്. 1948 ശേഷം. അടുത്ത വാക്യം, എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള ജാതികളുടെ ഇടയിൽ നിന്നും വന്ന് എല്ലാവരും നിർഭയരായി വസിക്കും. ഇന്നവർ നിർഭയമാണോ? അല്ല. അവർ പറയുന്നത് മെഡിറ്ററേനിയൻ കടൽ ഒഴികെ ആരെയും ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങളുടെ ചുറ്റും ശത്രുക്കൾ. അപ്പോൾ എപ്പോൾ അവർ നിർഭയം വസിക്കും? യോഹന്നാൻ 5:43 വേഗം വായിക്കണം. ഒരിക്കൽ കൂടി ആ വായിക്കേണ്ടി വരും, എങ്കിലും എടുത്ത് വായിക്കാം. യോഹന്നാൻ 5:43. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരുന്നു. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നു. എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ ഒരുവൻ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. മുമ്പേ പറഞ്ഞ ഞാൻ എന്ന് പറയുന്ന സ്വന്തം നാമം പ്രൊജക്ട് ചെയ്യുന്ന സാത്താൻ, എതിർ ക്രിസ്തു അവരുടെ ഇടയിൽ നിന്ന് വരും. തിരുവചനം പഠിപ്പിക്കുന്നു, അവനൊരു യഹൂദനായിരിക്കും, അവനൊരു ദാൻ ഗോത്രക്കാരനായിരിക്കും. അറിയാമല്ലോ, ഉൽപ്പത്തി 49, ദാൻ വടിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവും. അവനൊരു യഹൂദനായിരിക്കും, അവനൊരു ദാൻ ഗോത്രക്കാരനായിരിക്കും. ദാനിയേൽ 11, അവൻ സിറിയയിൽ നിന്നും വരും. തീർന്നില്ല, അവൻ 10 രാജ്യമായ യൂറോപ്യൻ യൂണിയന്റെ ഇടയിൽ നിന്നും വരും. ഇത് മുഴുവൻ വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല, അതെല്ലാം നടന്നു കഴിഞ്ഞു. സിറിയയിൽ നിന്നും വരുമെന്ന് പറഞ്ഞെങ്കിൽ സിറിയൻ വിപ്ലവത്തോടെ അവിടുത്തെ ഒടുവിലത്തെ യഹൂദനും പലായനം ചെയ്തു. ഇന്ന് ഒരൊറ്റ യഹൂദനില്ല സിറിയയിൽ. അവരെല്ലാം അന്ന് തമ്പടിച്ചിരിക്കുന്നത് എവിടാന്നറിയാമോ? യൂറോപ്യൻ യൂണിയനിൽ. അപ്പോൾ 10 കൊമ്പുകൾക്കിടയിൽ നിന്നും ഒരുവൻ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾ അവനെ കൈക്കൊള്ളും. അപ്പോൾ അവൻ, ഇന്നത്തെ ലോകഭാഷ, യുണൈറ്റഡ് നേഷൻസിന്റെ ഭാഷ, വേൾഡ് റൂളർ. നിങ്ങൾക്കറിയാമോ, ജാനുവരി 23, 2025 ഒരു പ്രത്യേക സംഭവം നടന്നു. പ്രമുഖ പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. ഹെഡിങ് മലയാളം പത്രങ്ങൾ, നല്ല സ്റ്റാൻഡേർഡ് പത്രങ്ങൾ, അല്ലാതെ ഈ കോനാമീച്ച് പറയുന്ന പത്രമല്ല, സ്റ്റാൻഡേർഡ് പത്രങ്ങൾ എഴുതി, അതിരുകളില്ലാത്ത ലോകം. ഈ വർഷം ജാനുവരി 23 സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനമായ ജനീവയിൽ ലോകരാഷ്ട്ര തലവന്മാർ ഒരു എഗ്രിമെന്റ് ഒപ്പുവെച്ചു. ഏതെല്ലാം രാഷ്ട്ര തലവന്മാർ ഇത് വെളിപ്പെടുത്തിയിട്ടില്ല, സീക്രട്ടാ. ഒപ്പുവെച്ച വിഷയം, അതിർത്തിയിൽ നിന്നും ബോർഡർ സെക്യൂരിറ്റിയെ പിൻവലിക്കാം, അതിർത്തികൾ തുറന്നിടാം, ഒറ്റ ലോകമാക്കാം, മനുഷ്യരെ ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കട്ടെ. മീറ്റിംഗിന് അധ്യക്ഷത വഹിച്ച യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറിമാരായ മിസ്റ്റർ ഈവലിൻ നിസി പറഞ്ഞത്, അടുത്ത തലമുറയ്ക്ക് ഞങ്ങൾ നൽകുന്ന സമ്മാനം വൺ വേൾഡ്. വെളിപാട് പുസ്തകം 13:7 പറയുന്നു, സകല ഗോത്രത്തിന്മേലും സകല ജാതിമേലും സകല വംശത്തിന്മേലും സകല ഭാഷമേലും അവൻ അധികാരം. അങ്ങനെ ഒരു വേൾഡ് റൂളർ, ഒരു യഹൂദന്റെ ജീനുള്ളവൻ
ലോകം ഭരിക്കുമ്പോൾ യഹൂദൻ പറയും ഞങ്ങൾ നിർഭയം. ഇനിയും വായിക്കാം 38:7 മുതൽ. ഈ യുദ്ധം എപ്പോൾ നടക്കും? വായിക്കാം. വേഗം വായിച്ചേ. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവീൻ. നീ അവർക്ക് മേധാവി ആയിരിക്കുക. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിനൊഴിഞ്ഞു പോകുന്ന റഷ്യയോടാ, സോവിയറ്റ് റഷ്യയോടാ വാളിനൊഴിഞ്ഞു പോകുന്നതും സകല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ അതാണ് 1948 ശേഷം നിരന്തര ശൂന്യത മാറി അത് പാലും തേനും ഒഴുകുന്ന രാജ്യമായി വീണ്ടും വന്നപ്പോൾ ഈ പ്രവചനം നിറവേറി. നാരകം മാത്രം കൃഷി ചെയ്ത സ്ഥലം പാലും തേനും ഒഴുകുന്ന, ഇന്ത്യയിലേക്ക് വരെ കയറ്റുമതി ചെയ്യുന്ന വെജിറ്റബിൾ ഉള്ള രാജ്യമായപ്പോൾ ഈ പ്രവചനം നിറവേറി. നിരന്തര ശൂന്യമല്ല ആയിരുന്ന. അടുത്ത വാക്യം. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയരായി വസിക്കും. അപ്പോൾ ഈ യുദ്ധം നടക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? അവർ നിർഭയം വസിക്കണമെങ്കിൽ എതിർ ക്രിസ്തു ലോകം ഭരിക്കണം. അവരുടെ ഒരു യഹൂദൻ ലോക നേതാവാകുമ്പോൾ അവർ നിർഭയം അങ്ങനെ വസിക്കണമെങ്കിൽ ഈ ഇരിക്കുന്ന ദൈവമക്കൾ രക്ഷിക്കപ്പെട്ടവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിരിക്കണം. കാരണം സ്വർഗത്തിൽ പൗരത്വമുള്ളവർ ഇവിടെ കാണാൻ പാടില്ല. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ച്. അടുത്ത വാക്യം പറയുവാനാ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ. അടുത്ത വാക്യം വായിക്കാം. നീ മഴക്കോൾ പോലെ കയറി വരും. മഴക്കോൾ പോലെ കയറി വരും. മതി, അത് മാത്രം ചിന്തിച്ചാ മതി. നീ മഴക്കോൾ പോലെ. ഉച്ച കഴിഞ്ഞ് 2 മണിയായപ്പോൾ രാജുമാത്ര പാഷയുടെ മുഖം നിങ്ങൾ കണ്ടോ? അയ്യോ, ഞാൻ വിശ്വാസത്തെ കണ്ടു. കരിക്കലം പോലെ ഇരുന്നു. എന്താ മഴക്കോള് കത്തിച്ചു പോയി. ഞാൻ ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ ഷർട്ടെല്ലാം നനഞ്ഞ് 2ാമത് കയറി വേറെ ഷർട്ടും ധരിച്ചാൽ വരേണ്ടി വന്നത്. അപ്പം മഴക്കോള് വന്നാൽ നമുക്കറിയാം മഴ പെയ്യും അല്ലേ? അപ്പം മഴക്കോളുണ്ടോ എന്ന് രാജു മേത്രപ്പാഷ നോക്കിയത് ഐത്തലേന്ന് തിരുവല്ലായി കിടക്കുന്ന റോഡിലോട്ടല്ല, ആകാശത്തിലോട്ടാണ്. അപ്പോൾ നീ മഴക്കോൾ പോലെ സോവിയറ്റ് റഷ്യ നീ വരണമെങ്കിൽ അന്നത്തെ ഭാഷയാ 2700 വർഷം മുമ്പാ. എന്താ? നീ മഴക്കോൾ പോലെ വരും. ഇന്നിരിക്കുന്ന കുട്ടികളോട് ചോദിച്ചാലും അവർ പറയും മിസൈൽ അടിക്കും. ഭാഷയെ മനസ്സിലായോ? കരിങ്കടൽ കയ്യിൽ കിട്ടും. അവർ ഞാൻ വായിച്ചു കേൾപ്പിച്ചില്ല, ചിക്കാഗോ ടൈംസ് മുഴുവൻ ആറ്റം കപ്പലുകൾ കൊണ്ട് നിരത്തും. കരിങ്കടലിന്റെ തെക്ക് വശം ടർക്കി, സിറിയ, അതിനപ്പുറം ഇസ്രായേൽ. കരിങ്കടലിൽ നിന്നും 800 മൈൽ ഇസ്രായേൽ. വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമനുസരിച്ച് സോവിയറ്റ് റഷ്യയുടെ മിസൈലിന്റെ സ്പീഡ് 700 മൈൽ. കരിങ്കടൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് എതിർ ക്രിസ്തുവിന്റെ ഒത്താശയോടെ അവന്റെ മുദ്രയേൽക്കാൻ, അവനെ നമസ്കരിക്കാൻ യഹൂദൻ കൂസാകാതിരിക്കുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ക്ലൈന്റായ സോവിയറ്റ് റഷ്യ ഇസ്രായേലിനെ മിസൈൽ അടിച്ച് ആക്രമിക്കണമെങ്കിൽ കരിങ്കടൽ കയ്യിലൊതുക്കാൻ 1 വർഷമായി യുദ്ധമെങ്കിൽ സഭയോർക്കണം, എടുക്കപ്പെടാൻ സമയമായി. സോവിയറ്റ് റഷ്യയുടെ നാശത്തെക്കുറിച്ച് കൂടെ പറയുന്നുണ്ട്. 4 വിധത്തിൽ തീരും. 1 39:19 ശാസ്ത്രം തെളിയിച്ചു. എഹെസ്കേൽ 39:19 വായിക്കാം. എഹെസ്കേൽ 39:19 ഞാൻ നിങ്ങൾക്ക് വേണ്ടി. എഹെസ്കേൽ 38:19 അന്നാളിൽ നിശ്ചയമായും ഇസ്രായേൽ ദേശത്തൊരു വലിയ ഭൂകമ്പം ഉണ്ടാകും. ഇസ്രായേലിനെ കയറി ആക്രമിക്കും. സോവിയറ്റ് മിലിറ്ററി കയറി ചെല്ലും. അപ്പോൾ അവിടെ ശക്തമായ ഭൂകമ്പം ഉണ്ടാകും. ഇന്ന് സയൻസ് കണ്ടുപിടിച്ചു, റിക്ടർ സ്കെയിലിൽ 9 അടിക്കാനുള്ള സകല സാധ്യതകളും ഇസ്രായേൽ. 1 ഭൂകമ്പം. 2ാമത്തേത് വായിച്ചേ. എന്ന് ഞാൻ എന്റെ തീഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. 2ാമത്തെ കാര്യം, അടുത്ത വാക്യം. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗവും നിലത്തെഴിയുന്ന ഇഴജാതി ഒക്കെയും ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. അടുത്ത വാക്യം, 20ാം വാക്യം. മലകൾ ഇടിഞ്ഞു പോകും, കടുംതൂക്കങ്ങൾ വീണു പോകും. ഇസ്രായേൽ സംഭവിക്കാൻ ഈ സോവിയറ്റ് റഷ്യയുടെ മിലിറ്ററി അതിനടിയിൽ ചെന്ന് വീഴും. 21 വായിച്ചേ.
ഞാൻ എന്റെ സകല പർവ്വതങ്ങളോടും അവന്റെ നേരെ വാളെടുക്കുവാൻ കൽപ്പിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. ഓരോരുത്തന്റെ വാൾ അവനവന്റെ സഹോദരന് വിരോധമായിരിക്കും. ആ വാക്യം അന്ന് എഴുതിയെങ്കിൽ ഇന്നറിയാം. എന്താണെന്നറിയാവോ? ഈ സോവിയറ്റ് റഷ്യയിലെ മിലിറ്ററിയുടെ ഗതികേട് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ വരെ പട്ടാളത്തിലുണ്ട്. ഏത് ചെറുപ്പക്കാരനെ കിട്ടിയാലും യൂണിഫോം ഇട്ടാ നിർത്തിയിരിക്കുന്നത്. കാരണം ആളെ കിട്ടാനില്ല. ആളെ കിട്ടാഞ്ഞിട്ട് പല രാജ്യങ്ങളെ പിടിച്ച് ചേർത്തിരിക്കുക. അപ്പോൾ ഇത് തമ്മിൽ അനൈക്യതയുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. അടുത്തത് 22-ാം വാക്യം വായിക്കാം. 22. ഞാൻ മഹാമാരി കൊണ്ടോ രക്തം കൊണ്ടും. ആ ഒറ്റ വാക്ക് പറഞ്ഞിട്ട് ഞാൻ അടുത്ത കാര്യം കൂടെ പറയാം. എന്താണ് ഈ മഹാമാരി? എന്താ? ഒരു മാരക രോഗം കിഴക്കുന്ന് തുടങ്ങി നിങ്ങൾക്കറിയാമോ? 14 വർഷം കൊണ്ട് മനുഷ്യ ശരീരത്തെ കാർന്നു തിരുന്ന സ്ട്രെപ്റ്റോകോക്കൽ. കൊറോണയൊന്നുമല്ല, അത് അവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞു. മഹാമാരി. ദൈവത്തിന്റെ കോപം വരും, ഭൂമി ഉലുക്കം, അനൈക്യത. മറ്റ് രാജ്യക്കാരെ പിടിച്ച് മിലിറ്ററി ചേർത്തിരിക്കുക. ഇന്ത്യയിൽ നിന്ന് പോയ ഒരു മരിച്ചു പോയ കഥയാണ് ഞാൻ കേട്ടത്. മലയാളി വരെ, മലയാളി ഇല്ലാത്ത പരിപാടിയില്ലല്ലോ. ഇവിടുന്ന് പോയ മലയാളിയും കാണും ഇത് സോവിയറ്റ് റഷ്യയുടെ യൂണിഫോം ഇട്ടേ. അനൈക്യത. ഏറ്റവും ഒടുവിൽ അവിടെ ദൈവദാസന്മാർ പറയത്തില്ലേ, ഗോഗിന് ഞാൻ അവിടെ ഒരു ശ്മശാനം ഒരുക്കും. തെളിഞ്ഞു. 39:6 വായിച്ചേ. 39:6. മാഗോഗിലും തീരപ്രദേശങ്ങളിലും നിർഭയം വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ തീ അയക്കും. നോക്കിക്കേ, ആക്രാന്തത്തോടെ കരിങ്കടൽ കയറി പിടിച്ചെടുക്കുകയാണ്. യുക്രൈന്റെ ആധിപത്യം അല്ല അവർക്ക് ആഗ്രഹം. കരിങ്കടൽ പിടിച്ചെടുത്താൽ തനിക്ക് തന്നെ വിന വരുത്തുകയാണ്. മൊനാഷ് യൂണിവേഴ്സിറ്റി ലോകപ്രസിദ്ധമാണ്. അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ കരിങ്കടൽ റിസർച്ച് ചെയ്തപ്പോൾ ഒരു പ്രത്യേക പ്രതിഭാസം കണ്ടുപിടിച്ചു. എന്താണെന്നറിയാമോ? കരിങ്കടലിന്റെ ആഴക്കടലിൽ മത്സ്യങ്ങളില്ല. നമ്മുടെ എല്ലാ സമുദ്രത്തിൽ ആഴക്കടലിൽ മത്സ്യമുണ്ട്. കരിങ്കടലിന്റെ ആഴക്കടലിൽ മത്സ്യമില്ല. അത് റിസർച്ച് ചെയ്തപ്പോൾ അതിഭയങ്കരമായ ഒരു കാര്യം വെളിയിൽ വന്നിരിക്കുന്നു. അതിനടിയിൽ മിഥൈൽ വാതകം കുഴമ്പ് രൂപത്തിൽ കിടക്കുന്നു. മിഥൈൽ വാതകം അവർ പറയുന്നു കുഴമ്പ് രൂപത്തിൽ കിടക്കുന്നത് മുകളിലേക്കെങ്ങാനും പൊങ്ങി സമുദ്രനിരപ്പിന് മേളിൽ വന്നാൽ, ആകാശത്തിൽ നിന്ന് ലൈറ്റ്നിങ് ഉണ്ടെങ്കിൽ അത് കത്തിയാൽ, കാറ്റ് കിഴക്കോട്ടാണെങ്കിൽ ആ തീ കൊണ്ട് സോവിയറ്റ് റഷ്യ കത്തിച്ചാമ്പലാകുമെന്ന് പറയുന്നെങ്കിൽ 39:6 വായിക്കാം. 39:6. തീരപ്രദേശങ്ങളിൽ നിർഭയം വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ തീ അയക്കും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ദൈവമക്കളെ, ഉക്രൈൻ യുദ്ധം സഭയെടുക്കപ്പെട്ട ശേഷം ഇസ്രായേലിനെ ആക്രമിക്കാനാണെങ്കിൽ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ എന്തുകൊണ്ട് പശ്ചിമേഷ്യ പുകയുന്നു? ഇസ്രായേലിനെ സംബന്ധിച്ച് 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അടുത്ത 10 കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു സമയം ലഭിച്ചാൽ. 1, മുമ്പേ പറഞ്ഞതുപോലെ എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കും അവർ. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. വേറൊരുത്തർ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. നിങ്ങളുടെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ഇസ്രായേൽ ടിവിയോ ഇസ്രായേൽ യൂട്യൂബോ ഒന്ന് എടുത്ത് നോക്കിയാൽ ഒരു കാഴ്ച കാണാം. ഇസ്രായേലിലെ പണ്ഡിതന്മാരായ റബിമാർ ഇരുന്നു കൊണ്ട് മശിഹായുടെ ഗുണഗണങ്ങളെ വർണ്ണിക്കുന്നത് കേൾക്കാം. ജനത്തെ ബോധവൽക്കരിക്കുക. മശിഹാ വരുന്നു, മശിഹായെ നമ്മൾ സ്വീകരിക്കണം, ഇതിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കും എന്നും പറഞ്ഞ് അവർ ബോധവൽക്കരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. 1, എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കും. 2, എന്താണ് ഈ 1 വർഷത്തിന് മേലായി മഴ പോലെ മിസൈൽ അടിച്ചില്ലേ? എന്തോ സംഭവിച്ചു? 2 ഈ ചെറിയൊരു രാജ്യത്തിനിടയടിച്ചിട്ട് അവരെ തകർത്തില്ല. ഈ ചെയ്യുന്നതാരാ? വെറും തീവ്രവാദികളാ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോ, ഒറ്റ അറബി രാജ്യം ഇതിൻ്റെ പുറകിലില്ല. ലോകത്തിലെ രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, ആത്മീയമാണ് ഞാൻ പറയുന്നത്. ഒറ്റ അറബി രാജ്യം ഇസ്രായേലിനെതിരായിട്ടില്ല. ഈ 1.5 വർഷമായില്ലേ ഒക്ടോബറിൽ തുടങ്ങിയ പരിപാടിയാ. ഒറ്റ അറബി രാജ്യം മിണ്ടുന്നില്ലല്ലോ. മാത്രമല്ല ഒരു ഇസ്രായേലിന് പരോക്ഷ സൈഡാ. എതിർക്കുന്ന മുഴുവൻ ആരാ? ഹൂതികളെ, തീവ്രവാദികളെ, ഹമാസെ, ഇവരൊക്കെയാണ്. ഹിസ്ബുള്ള, ഇറാൻ, യമൻ,
ടർക്കി, സിറിയ ഇതൊന്നും അറബി രാജ്യമല്ല, ഇതല്ല ഇസ്ലാം രാജ്യങ്ങളാ. ഒറ്റ അറബി രാജ്യം അനങ്ങുന്നില്ല. എന്തുകൊണ്ട്? ബൈബിള് പഠിപ്പിക്കുന്നു, ആ സ്ത്രീക്ക് മരുഭൂമിയിലേക്ക് തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകാൻ കഴുകിൻ്റെ 2 ചിറക് കിട്ടും. എതിർ ക്രിസ്തു ഉപദ്രവിക്കുമ്പോൾ, സോവിയറ്റ് റഷ്യ ആക്രമിക്കുമ്പോൾ ഇവൾ രക്ഷപ്പെടാൻ ഇന്ത്യക്കല്ല വരുന്നത്. വായിക്കാം, വെളിപ്പാട് 12:14. വെളിപ്പാട്. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ 2 ചിറക് ലഭിച്ചു. ഏതെല്ലാം രാജ്യത്തിലാണ് ഷെയ്യാവ് പറയുന്നുണ്ട്? കുവൈറ്റ്, സൗദി അറേബ്യ, ഒമാൻ, UAE, മസ്കറ്റ്, ബഹറിൻ, ഈ രാജ്യങ്ങളിലേക്ക് അവർ പറന്നു പോകാൻ കഴുകന്റെ ചിറക് ലഭിക്കും. നിങ്ങൾ കണ്ടോ മഞ്ഞുരുകിയോ? ഇവിടെ ഇരിക്കുന്നവരും UAE, മിഡിൽ ഈസ്റ്റ് ജോലി ചെയ്യുന്നവരും ഇതിനു മുമ്പ് കാലത്തെ ഹോളിലാൻഡിൽ പോവുകയാണെങ്കിൽ ഹോളിലാൻഡിൽ ഇറങ്ങി എൻട്രി അടിച്ച പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഗൾഫിലെ ഒറ്റ രാജ്യത്തിൽ കയറ്റത്തില്ല. മുഴുവൻ പാസ്പോർട്ടും അമ്മാനെ കൊണ്ട് സറണ്ടർ ചെയ്ത് കവർ മേടിച്ചുകൊണ്ടാ പോയത്. ഇന്നോ മഞ്ഞുരുകിയത് കണ്ടോ? നിങ്ങൾ ദുബൈയിൽ ചെന്നിറങ്ങിയാൽ തിരിഞ്ഞെന്ന് നോക്കിയാൽ പടുകൂറ്റൻ ഇസ്രായേലിന്റെ ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നു. സൗദിയുടെ ആകാശപാത തുറന്നു കൊടുത്തു. കുവൈറ്റ് 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. എന്താ? മഞ്ഞുരുകി. ഈ പരിപാടിയെല്ലാം നടന്നിട്ടും ഒറ്റ അറബി രാജ്യം ഇസ്രായേലിനെതിരല്ല. കാരണം തമ്പുരാന്റെ വചനമാ, അവരെ സംരക്ഷിക്കാനുള്ളവരാ. എന്നാൽ അടുത്ത സംഭവം, ഈ എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നടക്കുന്ന ഉടമ്പടിയുടെ ബാക്കി പത്രം നടക്കാൻ പോകുന്നു. എന്ത്? യെരുസലേം ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും വിട്ടുപോകും. സാധാരണക്കാർക്കും ബന്ധുക്കോസുകാർക്കും ചിലപ്പോൾ ചില ദൈവദാസന്മാർക്ക് അത് വിശ്വസിക്കാനൊക്കത്തില്ല. കാരണം ബൈബിള് പറയുന്നു, യെരുസലേമേ നിന്നെ ഞാൻ മറന്നാൽ എൻ്റെ വലങ്കൈ മറന്നു പോകട്ടെ, യെരുസലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. പക്ഷെങ്കിൽ വചനം പറയുന്നു ജെറുസലേം ഏതാ? സാധാരണയല്ല, ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന 3 മതങ്ങളുടെ പുണ്യഭൂമിയായ ലോകത്തിലെ ഏക നഗരമായ ജെറുസലേം. ഇസ്ലാം മതം, യഹൂദ മതം, ക്രൈസ്തവ മതം. ഇസ്ലാം മതത്തിന് 3 പ്രത്യേകത, അഥവാ അറബികൾക്ക് അവരുടെ ഒടുവിലത്തെ പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്തത് ജെറുസലേമിൽ നിന്ന്. 2, അതിന്റെ പ്രതീകമാണ് ഡോം ഓഫ് ആർക്ക്. 3, അവർക്ക് ലോകത്തിൽ 3 പ്രധാന ദേവാലയം. 2 സൗദി അറേബ്യ, നമ്മൾ പഠിച്ചതാ, മെക്ക, മദീന. 3ാമത്തേത് യെരുസലേമിന്റെ തെക്ക് വശത്തുള്ള അൽ-അഖ്സ. യഹൂദന് 3 പ്രത്യേകത. അവരുടെ രാജധാനി ഏത്? ജെറുസലേം. അവരുടെ പാസ് ഓവർ നടത്തേണ്ടത് ജെറുസലേം. അവരുടെ ലോകത്തിലെ ഏക ദേവാലയം ജെറുസലേം. വേറെ എങ്ങും പെർമിഷൻ ഇല്ല. ക്രൈസ്തവരായ നമുക്ക് 10 പ്രത്യേകത. നമ്മുടെ കർത്താവ് രാജാവായി പ്രവേശിച്ച ഏക നഗരം ജെറുസലേം. നമ്മുടെ കർത്താവിനെ അറസ്റ്റ് ചെയ്തതും വിസ്തരിച്ചതും ക്രൂശിച്ചതും ജെറുസലേമിൽ. നമ്മുടെ കർത്താവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് ജെറുസലേമിൽ. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ജെറുസലേമിൽ. നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് ഗലീലയിൽ നിന്നല്ല, ജെറുസലേമിൽ നിന്നും. പരിശുദ്ധാത്മാവിനെ പകർന്നു തന്നത് ജെറുസലേമിൽ ആദ്യമായി. 7 ക്രൈസ്തവ സഭ ആരംഭിച്ചത് റോമിലുമല്ല, അന്ത്യോക്യയിലുമല്ല, ജെറുസലേമിൽ. യഹൂദ മതത്തിൽ നിന്നും ആദ്യമേ പീഡനം ദൈവസഭ നേരിട്ടത് ജെറുസലേം. 8, 9 ആദ്യത്തെ രക്തസാക്ഷി പെടഞ്ഞു മരിച്ചത് ജെറുസലേമിൽ, സ്തീഫാനോസ്. 10 യഹൂദനല്ലാത്ത എന്നെയും നിങ്ങളെയും ഇതുപോലെ ദൈവസഭയിൽ ഇരുത്തി ആരാധിക്കാൻ അനുവദിക്കാനുള്ള ദൈവത്തിന്റെ പരിപാടിക്ക് ഔദ്യോഗിക തീർപ്പ് കൽപ്പിച്ച ജെറുസലേം കൗൺസിൽ. അപ്പോസ്തലരുടെ പ്രവൃത്തി 15-ാം അധ്യായം. ജെറുസലേം. ഈ 10 പ്രത്യേകതയുള്ള ജെറുസലേം സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ യഹൂദന്റെ കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കേണ്ടി വരും. വായിക്കാം, വെളിപ്പാട് 11:1-2.
പിന്നെ ദണ്ഡ് പോലെയുള്ള ഒരു കോൽ എന്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിടുക. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. ജാതികൾ പിടിച്ചെടുക്കുമെന്നല്ല, ജാതികൾ 3.5 വർഷം യഹൂദനല്ലാത്തവൻ ചവിട്ടുമെന്ന് പറഞ്ഞാൽ അവർക്ക് എഗ്രിമെന്റിൽ കൊടുക്കും, ജെറുസലേം ഇട്ട് കൊടുക്കും, പകരം ദേവാലയം ലഭിക്കും. അവരുടെ ചിരകാല അഭിഷേകം ദേവാലയം ലഭിക്കും. ഞാൻ വേഗം പറഞ്ഞു വിടുക, ഇനി കുറിവാക്യത്തിലേക്ക് വരാൻ പോവുക. ബാക്കി കാര്യങ്ങൾ ഒരു കാര്യം കൂടെ മാത്രം പറയുന്നു. 10 കാര്യങ്ങളിൽ പീഡ ആരംഭിക്കും. ഇത് തെളിയിക്കാനായിട്ട് മാത്രമാണ് പറയുന്നത്. അവനെ നമസ്കരിക്കാൻ പറയും. വെളിപ്പാട് 13:14 പറയും ഇംപ്ലിമെന്റ് ചെയ്യാൻ. യഹൂദനറിയാം വേറെ ആരെയും നമസ്കരിക്കാൻ പാടില്ല. അവർ ചെറുത്തു നിൽക്കുമ്പോൾ വെളിപ്പാട് 11:8 2 സാക്ഷികൾ വരും. ഇത് സത്യമാണോ തെളിയിക്കാൻ പോവുക. 11:8 വായിച്ചേ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം എന്ന് പേരുള്ള മഹാനഗരത്തിൽ, കർത്താവായ യേശു ക്രൂശിക്കപ്പെട്ട മഹാനഗരത്തിൽ ഈ 2 സാക്ഷികൾ ആരുമാകട്ടെ അവരുടെ ബോഡി കിടക്കും. റാന്നിയിലും അത്തിക്കയത്തും കോട്ടയത്തും ബാംഗ്ലൂരിലും എല്ലാം മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ അത് പറയാൻ എളുപ്പമുണ്ട് അല്ലേ? അടുത്ത് പറയാനാ രാജു മേത്ര പാസ്റ്ററുടെ അനുവാദത്തോടെ നിങ്ങളോട് ഞാനിത് തെളിയിക്കാനായിട്ടാണ്. മൊബൈലുള്ളവരെടുത്തു 1 സെക്കൻഡ് നേരത്തേക്ക്. ഇപ്പോൾ ഓൺ ചെയ്യാം. ഗൂഗിൾ ഉള്ളവരെടുക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഈ വാക്യം 2000 വർഷം മുമ്പ് എഴുതിയത് സത്യമായി എങ്കിൽ സഭ എടുക്കപ്പെടേണ്ട സമയം കഴിഞ്ഞു. സഭ എടുക്കപ്പെടും. ഒന്നുകൂടെ വായിച്ചാൽ മോളെ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ. കർത്താവ് ക്രൂശിക്കപ്പെട്ട ജെറുസലേം നഗരത്തിനൊരു പേര് കേട്ടോ, ആത്മീയമായി സോദോം. എന്താണ് സോദോം അറിയാമല്ലോ? തെളിച്ചു പറയണോ? ചാക്കോച്ചൻ കുഞ്ഞപ്പനെ കല്യാണം കഴിക്കുന്ന പരിപാടി, അന്നമ്മ കുഞ്ഞമ്മയെ കല്യാണം കഴിക്കുന്ന പരിപാടി എന്തു ആയിക്കോട്ടെ, അതിന് പറയുന്ന പേരാണ് ഗേ. പുരുഷന്മാർ തമ്മിൽ ഇങ്ങനെ ജീവിക്കുന്നതിന് പറയുന്ന പേരാണ് ഗേ. ഇന്ത്യയിൽ ഇത് പറയാം, അമേരിക്ക പറഞ്ഞാൽ ചിലപ്പോൾ പിടിച്ചകത്തിടും. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് പറയുന്നു. സഹോദരിമാർ, സ്ത്രീകൾ തമ്മിൽ ഇങ്ങനെ ബന്ധപ്പെടുന്നതിൻ്റെ പേരാണ് ലെസ്ബിയൻസ്, ഗേ. 2000 വർഷം മുമ്പ് പരിശുദ്ധാത്മാവ് പറഞ്ഞു, സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ 2 സാക്ഷികളുടെ ശവം അവിടെ കിടക്കുമ്പോൾ ഈ മഹാനഗരത്തിന് സോദോം എന്ന് പേര് വരും. ഇനിയും നിങ്ങൾ, ഞാൻ രാജു മേത്ര പാസ്റ്ററുടെ അനുവാദത്തോടെയാണ് പറയുന്നത്, എൻ്റെ മിടുക്കിലല്ല, കഴിവിലല്ല, അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റോടെ പറയുന്നു. ദൈവദാസന്മാർക്കും മൊബൈൽ എടുത്തിട്ട് ഞാൻ പറയുന്നതെന്ന് അടിക്കണം. ആ ചിത്രം കിട്ടുന്നവർ ഉയർത്തി കാണിക്കണം. ജെറുസലേം ഗേ പരേഡ് 2024 എന്ന് അടിച്ചേ. ഇത് തെളിയിക്കാനാ. ജെറുസലേം ഗേ പരേഡ്, GEY ഗേ, ജെറുസലേം ഗേ പരേഡ് 2024 ഒന്ന് അടിച്ചേ. ഒന്ന് അടിച്ചേ. കിട്ടിയോ ചായ? കിട്ടിയോ? ഇങ്ങനെ ഉണ്ടെന്നേ. കിട്ടിയാളൊന്നും കൊണ്ടുവന്നേ. കിട്ടിയവരൊന്ന് കൈവക്കി കാണിച്ചേ. കിട്ടിയവരൊന്ന് കൈവക്കി കാണിച്ചേ. ഗൂഗിൾ എടുക്കാമെന്ന് അറിയട്ടെ. പാചകവിധി എടുക്കാൻ പഠിച്ചാൽ പോയി, ഇതും എടുക്കാൻ പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. കിട്ടിയവർ കണ്ടോ? നോക്കിക്കേ. അതെങ്ങനെയാ സംഭവം ഞാനങ്ങ് വിശദീകരിക്കാം. ഹമാസിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന ഭീഷണിയാൽ 1000-ൽ പരം പോലീസുകാരുടെ, ആംഡ് പോലീസുകാരുടെ സംരക്ഷണയോടെ ജെറുസലേമിന്റെ തെരുവീതി കണ്ണുനീരോടും ഭാരത്തോടും ഞാൻ പറയുന്നു, എൻ്റെ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു വലിയ കൊലക്കുരിശും ചുമന്നുകൊണ്ട് നമ്മുടെ തമ്പുരാൻ നടന്ന ആ വഴിയെ കഴിഞ്ഞ വർഷം 2000 യഹൂദന്മാർ, ഈ സ്വഭാവമുള്ളവർ, അവരുടെ ചിഹ്നമായ 7 നിറമുള്ള കൊടിയും പിടിച്ച് മാർച്ച് ചെയ്തു പറയുന്നു, ഞങ്ങൾ ജെറുസലേം പരേഡ് നടത്തുന്നു, ഞങ്ങൾ ഗേയാണ് എന്നവർ പറഞ്ഞെങ്കിൽ 2000 വർഷം മുമ്പേ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഈ നഗരത്തിന് ഈ പേര് വരും എങ്കിൽ സഭ എടുക്കപ്പെടാറായി.
കരങ്ങളെ ഒരു സ്തുതിച്ചേ. ഇനിയുണ്ട്, ഞാൻ എൻ്റെ കുറിവാക്യത്തിലേക്ക് ഒന്ന് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനി ഇസ്രായേലിനൊക്കെയുള്ള 7 കാര്യങ്ങൾ പറയുമ്പോൾ ടൈം പോയി. കുറിവാക്യം: ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. എൻ്റെ നിങ്ങളുടെ വിരുദ് തെറ്റിക്കുവാൻ സാത്താൻ ശരിക്ക് ശ്രമിക്കും. എൻ്റെയും നിങ്ങളുടെയും വിരുദ് തെറ്റിക്കുവാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. അവനറിയാം ഞാനും നിങ്ങളും എടുക്കപ്പെടും. ഈ തലമുറയിൽ എൻ്റെ നിങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടും. IPC സഭ ശൂന്യമാകും. ഈ ഓഡിറ്റോറിയവും ഇതെല്ലാം വേറെ വിധത്തിലാകും. സന്തോഷമുള്ളവരും തുതിച്ചേ. ഇതിൻ്റെ പറയുമെന്ന് നിങ്ങൾ നിൽക്കേണ്ട തകരും. അതിനെ ബ്ലോക്ക് ചെയ്യുവാൻ സകല പരിപാടികളും അവൻ ചെയ്യുമ്പോൾ ഇതിനെ പ്രതിരോധിക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. പണം കൊണ്ടല്ല, തോക്ക് കൊണ്ടല്ല. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. അല്പ സയൻസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യുവതലമുറകൾക്കത് വളരെ പ്രയോജനകരമാകും. എല്ലാവർക്കും നമ്മുടെ സ്വഭാവം നമ്മൾ ഇവിടുന്ന് കിട്ടി. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഞാൻ കറക്റ്റ് അവസാനിപ്പിക്കാം. ഏറ്റവും ദൂരം യാത്ര ചെയ്യേണ്ടി ഞാനാ. അത് നിങ്ങളുടെ വഴിയെല്ലാം പൊളിച്ചിട്ടിരിക്കുക. എൻ്റെയും നിങ്ങളുടെയും സ്വഭാവം പ്രായപൂർത്തിയായാൽ നമ്മളാ കരിപ്പിടിപ്പിക്കുന്നത്. അതിന് നമ്മൾ പറയും ബുദ്ധിമാൻ, മിടുക്കൻ, പക്വമതി ഇല്ലേ? എൻ്റെ പ്രഭാഷണം നിങ്ങൾ ശബ്ദത്തിൽ കൂടി കേൾക്കുന്നെങ്കിലും ഇത് പറയുന്നത് എൻ്റെ വോക്കൽ കോഡിൻ്റെ സൗണ്ടല്ല, എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ ന്യൂറോ സിസ്റ്റമാണ്. ഈ ന്യൂറോ സിസ്റ്റത്തിൽ കൂടെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. സയൻസ് ഇപ്പോൾ കണ്ടുപിടിച്ചു ഈ ന്യൂറോ സിസ്റ്റം. ആ സ്ഥലത്ത് സിസ്റ്റത്തിൻ്റെ പേരൂടെ ഞാൻ പറയാം. നമ്മളെ നല്ല വഴിയിലും കൊണ്ടുപോകും, വഴി തെറ്റിച്ചും കൊണ്ടുപോകും. ഇത് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് ബൈബിളിൽ. നീതിമാൻ നിർമ്മലൻ ദൈവത്തോടു കൂടെ നടന്ന പുള്ളി ഒടിയിൽ വെള്ളമടിച്ച് പൂസായി വിവസ്ത്രനായി കടന്നു. അറിയാമല്ലോ ആളിൻ്റെ പേര് എന്താ? ന്യൂറോ സിസ്റ്റം ബുദ്ധി തെറ്റിച്ചു. നീതിമാൻ തൻ്റെ തലമുറയിൽ ദൈവത്തോടു കൂടെ നടന്നവൻ വേറെ ആരുമല്ല, നോഹ. ഒടുവിൽ വീഞ്ഞു കുടിച്ച് മത്തനായി വിവസ്ത്രനായി കിടന്നെങ്കിൽ എവിടുന്ന് ആ ബുദ്ധി കിട്ടി? ഭാര്യ ഊറ്റിക്കൊടുത്തതാണോ? കൂട്ടുകാർ ഊറ്റി അടിച്ചതാണോ? അല്ല, ബുദ്ധി വഴിതെറ്റിച്ചു. ദൈവത്തിന്റെ ഹൃദയമുള്ള മനുഷ്യൻ പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോയപ്പോൾ പോർട്ടിക്കോയിൽ ഉലാവി പാപം, കൊലപാതകം, ഗൂഢാലോചന, വ്യഭിചാരം ചെയ്തതെങ്ങനെ? മദ്യപിച്ചിട്ടല്ല, ബുദ്ധി വഴിതെറ്റിച്ചു. ശരിയാണോ? പുതിയ നിയമത്തിലേക്ക് വരാം. പൗലൂസിൻ്റെ കൂടെ കഷ്ടപ്പെട്ട് റോമൻ തടവറയിൽ അടികൊണ്ട ദേമാസ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തെ സ്നേഹിച്ചു. എവിടുന്ന് ബുദ്ധി? യേശു തമ്പുരാൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് തെരഞ്ഞെടുത്ത ഇസ്കരിയോത്ത യൂദ വെറും 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തത് ഏത് ബുദ്ധി? വള്ളവും വലയും വിട്ട പത്രോസ് പേടികൊണ്ട് ഞാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ മറ്റൊരു കാര്യം. എന്നാൽ ഉയർത്ത കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ മറ്റേ പഴയ പണിക്ക് പോവുകയാണ്. എന്താണ് ഇതിൻ്റെ കാര്യം? ആധുനിക സയൻസ് തെളിയിച്ചു. എന്താന്ന് കേട്ടുകൊള്ളുക. എൻ്റെയും നിങ്ങളുടെയും തലച്ചോറിനകത്തെ ഹിപ്പോകാമ്പസിനകത്തൊരു സൂത്രമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സൂത്രമാണ് ഈ പണിയെല്ലാം ഒപ്പിക്കുന്നത്. പ്രോ ഓപ്പിയോ മെലനോകോർട്ടിൻ. ഇവിടെ മെഡിക്കൽ സ്റ്റാഫ് ഇരിപ്പുണ്ട്, അവർക്കറിയാം. അവരുടെ കോഡ് ഭാഷ പറയാം. POMC, പ്രോ ഓപ്പിയോ മെലനോകോർട്ടിൻ. ഈ ന്യൂറോണാണ് ഈ വഴിതെറ്റിക്കുന്നത്. ഉദാഹരണം, വയറിന് കഴിച്ച് നിറച്ചു വയറ് കഴിച്ചു കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ച് 4 പൊറോട്ടയും 2 പ്ലേറ്റ് ഇറച്ചിയും കഴിച്ചപ്പം വയറ് നിറഞ്ഞപ്പം വയറല്ല പറയുന്നത്, ഈ പുള്ളിയാ പറയുന്നത് നിർത്താൻ. ഇത് നിർത്ത്, വയറ് നിറഞ്ഞു. 5 മിനിറ്റ് കഴിയുമ്പോൾ പറയും ഒരു പഴം കൂടെ തിന്നാൻ. തെറ്റിച്ച കണ്ടോ? ബ്ലഡ് ഷുഗർ 400 നിൽക്കുക ദൈവദാസന്. ഉള്ളിക്കറിയാ ഇത് അപകടമാ. അപ്പം നിർത്തി. പക്ഷെ അന്നേരം ഈ പ്രോപ്പിയോ മിനലോക്കാറ്റും പറയും ഐസ്ക്രീം ഫ്രീ അല്ലേ, കല്യാണമല്ലേ, അടി വഴി തെറ്റിച്ചോ. ഇന്നലെ തെറ്റിച്ചില്ലേ ചായ? പ്രൈസ് ദി ലോർഡ് ഇല്ലേ? ആ പുള്ളിയെ നിയന്ത്രിക്കാൻ ഒരു തെറാപ്പിയും ഒരു ഇഞ്ചക്ഷനും ഒരു മരുന്നുമില്ലെന്നാൽ അതിനെ നിയന്ത്രിക്കാൻ ഒരു ശക്തിയുണ്ട്. ഒടുവിൽ കർത്താവിലോ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടാൽ, പാപം വാതിക്കൽ നിന്നാൽ, അധർമ്മം കയറി വന്നാൽ, തെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അഭിഷേകമുള്ളവൻ വിശുദ്ധിയിൽ നിൽക്കും.
നിങ്ങളിലുള്ളവൻ ദൈവത്തെക്കാൾ വലിയ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. കർത്താവ് പറഞ്ഞു പരിശുദ്ധാത്മാവ് വരുമ്പോൾ യോഹന്നാൻ 16:7-8 പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്ന് പറഞ്ഞാൽ, അച്ചായ, സഹോദരി, മോനെ, മോളെ, എൻ്റെ നിങ്ങളുടെ തലയിലിരിക്കുന്ന ഈ സിസ്റ്റം ഉണ്ടല്ലോ, പ്രോപ്പിയോ മെലനോക്കോട്ടിൻ, അത് തെറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഈ ശക്തി ഉണ്ട്, ഇറങ്ങിപ്പോ പറയും. ആരാധിക്കാൻ മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആരാധിക്കാൻ അത്യാവശ്യം. വൈദ്യുതി എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്ന വെളിച്ചമാ, പക്ഷെ അതുകൊണ്ടും ആയില്ല, വീണ്ടും വൈദ്യുതി വേണ്ടേ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമില്ലാത്തതിനെ ഈ വിധത്തിൽ വഴിതെറ്റിക്കും. സഭകളിൽ എന്തായി വഴക്കേ, വീട്ടിൽ തന്നെ അലമ്പേ, അനുസരണക്കേടനെ കുഞ്ഞുങ്ങളിൽ എല്ലാം ഈ പുള്ളിയാ വഴിതെറ്റിക്കുന്നത്. അതിനെ നിയന്ത്രിക്കാൻ വേറെ ഒരു പരിപാടിയില്ല. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നമുക്ക് ശക്തിപ്പെടാം. സമയം ഇവിടെ തീരാറായി. ഈ തലമുറയിൽ കർത്താവ് വരും. അവന്റെ വരവിൽ അഭിഷേകത്തിന്റെ ശക്തിയുള്ളവർ മാത്രം എടുക്കപ്പെടും. അതിനായി ഒരുങ്ങാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കും.